എം മണിയെ ശക്തിയുക്തം മുഖ്യമന്ത്രി ന്യായീകരിച്ചതിന് പിന്നാലെയാണ് മണിക്കെതിരെ നടപടിയെടുക്കാൻ CPM തീരുമാനിച്ചത്. മണിയെ പരസ്യമായി ശാസിച്ചിരിക്കുന്നു. രാഷ്ട്രീയമായി മണി തെറ്റ് ചെയ്തുവെന്ന് കണ്ടെത്തിയാൽ മന്ത്രി എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ ചെയ്തികളെ എങ്ങനെയാണ് സർക്കാർ ഇനി ന്യായീകരിക്കുക? മണിയെ ശിക്ഷിക്കാൻ പാർട്ടിക്ക് മാത്രം അധികാരം എന്നതാണോ ആ ന്യായം? ഇനി രാജിയല്ലാതെ മണിക്ക് മുമ്പിൽ മറ്റ് മാർഗം എന്താണുള്ളത്? തെറ്റുകാരനായി പാർട്ടി കണ്ടയാളിനോട് പൊതുസമൂഹത്തിന് പൊറുക്കാനാകുമോ? EP ജയരാജന്റെ കാര്യത്തിൽ എന്ന പോലെ രാജി വാങ്ങിച്ചെടുത്ത മുഖ്യമന്ത്രിയായി പിണറായി മാറുമോ? പ്രൈം ഡിബേറ്റ് ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്ത. ബെല്ലും ബ്രേക്കുമില്ലാത്ത M മണിക്കെതിരെ CPM നടപടി. മണിയെ പരസ്യമായി ശാസിച്ചു. വിവാദ പ്രസംഗങ്ങൾ ക്ഷീണമുണ്ടാക്കിയെന്ന് CPM. മണിക്കെതിരെ നടപടി രണ്ടാം തവണ. മണിയെ മുഖ്യമന്ത്രി ന്യായീകരിച്ചത് തെറ്റെന്ന് CPI. M മണി രാജിവെക്കണമെന്ന് പൊമ്പിളൈ ഒരുമൈ ഗോമതി പക്ഷം. M മണിയെ ചൊല്ലി നിയമസഭ രണ്ടാം ദിനവും പ്രക്ഷുബ്ധം. പ്രതിപക്ഷ പ്രതിഷേധത്തിൽ സഭ ഇന്നും പിരിഞ്ഞു. മണിയെ എതിർക്കുന്നവർ സർക്കാർ വിരുദ്ധ തിമിരം ബാധിച്ചവരെന്ന് മുഖ്യമന്ത്രി. മണിയേക്കാൾ വലിയ തെറ്റുകാരൻ മുഖ്യമന്ത്രിയെന്ന് ഉമ്മൻചാണ്ടി. മണിക്കെതിരായ മൂന്നാർ സമരത്തെ എതിർത്ത് കോൺഗ്രസ് പ്രാദേശിക നേതൃത്വം. മന്ത്രിമാരുടെ വാഹനങ്ങളിൽ നിന്നും ബീക്കൺ ലൈറ്റ് ഒഴിവാക്കാൻ മന്ത്രിസഭാ തീരുമാനം. മന്ത്രിമാരുടെ വാഹനങ്ങൾക്ക് രജിസ്ട്രേഷൻ നമ്പർ. 6 വ്യവസായശാലകൾക്ക് ക്ലിയറൻസ് ബോർഡ് ഏർപ്പെടുത്താൻ മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനം. കോൺഗ്രസ് സംഘടനാ തെരഞ്ഞെടുപ്പിൽ സമവായത്തിന് ഹൈക്കമാൻഡിന്റെ അനുമതി. സമവായത്തിലൂടെ അംഗീകരിച്ച ബൂത്തുകൾക്കും അനുമതി ലഭിച്ചു. വീതം വെപ്പുണ്ടാകുമെന്ന് കരുതുന്നില്ലെന്ന് മുല്ലപ്പള്ളി രാമചന്ദ്രൻ. യുവാക്കൾക്ക് പ്രാതിനിധ്യം നൽകണമെന്ന് മുല്ലപ്പള്ളി. ഡൽഹി നഗരസഭകളിൽ BJPക്ക് വൻ മുന്നേറ്റം. ആം ആദ്മി ബഹുദൂരം പിന്നിൽ. നില മെച്ചപ്പെടുത്താനാവാതെ കോൺഗ്രസ്. തോൽവിക്ക് കാരണം കോൺഗ്രസിലെ പടലപ്പിണക്കമെന്ന് PC ചാക്കോ. അജയ്മാക്കാൻ PCC അധ്യക്ഷ സ്ഥാനവും PC ചാക്കോ പാർട്ടി ചുമതലയും രാജിവെച്ചു. വോട്ടിംഗ് മെഷീൻ ക്രമക്കേട് ആരോപിച്ച് ആം ആദ്മി. സുപ്രീം കോടതി വിധിപ്പകർപ്പ് സെൻകുമാർ നാളെ സർക്കാരിന് കൈമാറും. ബെഹ്റ പോലീസ് മേധാവി അല്ലാതായെന്ന് TP സെൻകുമാർ ന്യൂസ് 18നോട്. സർക്കാരിനെ അനുസരിക്കാത്തവർ പദവിയിലുണ്ടാകില്ലെന്ന് മുഖ്യമന്ത്രി. വിജിലൻസിൽ ജേക്കബ് തോമസ് കൊണ്ടുവന്ന പരിഷ്കാരം തിരുത്തി സർക്കാർ. കേസ് അന്വേഷണങ്ങൾ ഡയറക്ടറുടെ നിയന്ത്രണത്തിലാകണമെന്ന് ഉത്തരവ്. മുഖ്യമന്ത്രി തുണച്ച മണിയെ പാർട്ടി ശാസിച്ചു. M മണിക്കെതിരെ പാർട്ടി അച്ചടക്ക നടപടി. മണിക്ക് പരസ്യശാസന നൽകാൻ CPM സംസ്ഥാന സമിതിയിൽ തീരുമാനം. തുടർച്ചയായ വിവാദ പരാമർശങ്ങൾ തെറ്റെന്ന് സംസ്ഥാന സമിതിയിൽ വിലയിരുത്തൽ. മണിക്കെതിരെയുള്ള രണ്ടാമത്തെ പാർട്ടി നടപടിയാണിത്. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് TG സജിത്ത് ചേരുന്നു. സജിത്ത്, ഇന്നലെ തന്നെ നമ്മൾ ഈ വാർത്ത, ഈ സാധ്യത ഏറെക്കുറെ ഉറപ്പായിരുന്നു. അച്ചടക്ക നടപടി എന്ന് റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇന്ന് സംസ്ഥാന സമിതി കഴിയുമ്പോൾ സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ ആ തീരുമാനം നടപ്പായി വരുന്നു. പരസ്യശാസന, അതും രണ്ടാമത്തെ അച്ചടക്ക നടപടി. ഇതാണ് സാഹചര്യം. ഇത് യഥാർത്ഥത്തിൽ ഇപ്പോഴുണ്ടായ പാർട്ടിയുടെ യശസ്സിന് ഇത്തരം നടപടികളിലൂടെ മണി നിരന്തരം യശസ് കളങ്കപ്പെടുത്തുന്നു എന്നാണ് കണ്ടെത്തിയാണോ, അത് പരസ്യപ്പെടുത്തിയാണോ മണിയെ പരസ്യമായി ശാസിച്ചത് CPM? ശരത്, തീർച്ചയായും അതായത് പ്രതീക്ഷിത നടപടി തന്നെയാണ് CPM നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത് എന്ന് നമുക്ക് വിലയിരുത്തേണ്ടി വരും. ശരത് സൂചിപ്പിച്ച പോലെ ഇന്നലെ സംസ്ഥാന സെക്രട്ടേറിയറ്റിലുണ്ടായ ചർച്ചകൾക്ക് തുടർച്ചയായി തന്നെ ഇന്ന് സംസ്ഥാന സമിതി തീരുമാനം കൈക്കൊണ്ടിരിക്കുകയാണ് ചെയ്തത്. പാർട്ടിയുടെ യശസ്സിന് കളങ്കമുയർത്തുന്ന നിരവധി പ്രവർത്തനങ്ങൾ M മണി നടത്തി. അദ്ദേഹത്തിന്റെ പ്രസ്താവനകൾ അങ്ങനെയായിരുന്നു എന്ന പൊതുവായ വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് നടപടി. പക്ഷേ ഇതിൽ ശ്രദ്ധയോടെ നമുക്ക് നിരീക്ഷിക്കാൻ കഴിയുന്ന ഒരു കാര്യം, പെമ്പിളൈ ഒരുമയ്ക്കെതിരെ അദ്ദേഹം നടത്തിയ പ്രസ്താവന കൃത്യമായി നിരീക്ഷിച്ചുകൊണ്ടല്ല അത്തരമൊരു നീക്കത്തിലേക്ക് CPM കടന്നിട്ടില്ല. കാരണം ഈ വിഷയത്തിൽ CPM-ഉം M മണി അത്തരമൊരു നിലപാടെടുത്തിട്ടില്ലെന്നാണ് പുറത്തും നിയമസഭയ്ക്കുള്ളിൽ സർക്കാരും പൊതുവിൽ വ്യാഖ്യാനിക്കുന്നത്. അതേസമയം അദ്ദേഹം സമീപകാലത്ത് മൂന്നാർ അടക്കമുള്ള വിഷയങ്ങൾ നടത്തിയ പൊതുവായ പ്രസ്താവനകൾ അത് പൊതുസമൂഹത്തിന് മുന്നിൽ പാർട്ടിയുടെ യശസ്സിന് കളങ്കമുണ്ടാക്കി എന്ന തരത്തിലാണ് CPM വിലയിരുത്തിയിരിക്കുന്നത്.
ഇതിന്റെ അടിസ്ഥാനത്തിലാണ് നടപടിയും ഉണ്ടായിരിക്കുന്നത്. അദ്ദേഹം മന്ത്രിസ്ഥാനത്ത് തുടരും. പരസ്യ ശാസനയാണ് അദ്ദേഹത്തിന് പാർട്ടിയിലെ അച്ചടക്ക നടപടി. CPM ഭരണഘടനയിലെ സ്വാഭാവികമായും താഴെ ഘടകങ്ങളിൽ വരുന്ന ഒരു അച്ചടക്ക നടപടിയായി തന്നെയാണ് പൊതുവിൽ ഇതിനെ വീക്ഷിക്കുന്നതും. അതിനാൽ തന്നെ പൊതുവിൽ MM മണിക്കൊപ്പം തന്നെയാണ് CPM സംസ്ഥാന നേതൃത്വം എന്ന് നമുക്ക് പറയേണ്ടി വരും. പൊതുസമൂഹത്തിൽ പ്രത്യേകിച്ച് പ്രതിപക്ഷം ശക്തമായി തന്നെ അദ്ദേഹത്തിന്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് പ്രക്ഷോഭ പരിപാടികൾ ശക്തമാക്കുന്ന സാഹചര്യത്തിലാണ് ഇതിനെ രാഷ്ട്രീയമായി തന്നെ നേരിടാൻ തീരുമാനിച്ചു തന്നെയാണ് CPMന്റെ നിലപാട് എടുത്തിരിക്കുന്നത്. അതുതന്നെയാണ് ഇന്നത്തെ സംസ്ഥാന സമിതി യോഗത്തിന്റെ തീരുമാനത്തിൽ നിന്ന് നമുക്ക് വ്യക്തമാവുന്നത്. സജിത്ത്, ഇത് പക്ഷേ വല്ലാത്തൊരു സങ്കീർണമായ രാഷ്ട്രീയ അവസ്ഥ ഇക്കാര്യത്തിലുണ്ടോ? കാരണം 2 ദിവസമായി തുടർച്ചയായി മന്ത്രി മണിയെ സഭയിൽ ന്യായീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സർക്കാരിനെ നയിക്കുന്ന പ്രധാനപ്പെട്ട പാർട്ടിയായ CPM ഇങ്ങനെ ഒരു രാഷ്ട്രീയ നിലപാടും ഒരു രാഷ്ട്രീയ തെറ്റും MM മണിയിൽ കണ്ടെത്തി കഴിഞ്ഞ സാഹചര്യത്തിൽ എങ്ങനെയാകും മുഖ്യമന്ത്രിയുടേതടക്കം? ഇനിയും സഭ തുടരുകയാണല്ലോ, സഭ അവസാനിക്കുന്നില്ല, സഭാകാലമാണ്. ഇതിൽ വിശദീകരണങ്ങൾ നൽകേണ്ടതായ സാഹചര്യം വരും. എങ്ങനെയാകും സർക്കാർ, മുഖ്യമന്ത്രി, താങ്കൾ പറഞ്ഞ പോലെ, ഇപ്പോൾ സജിത്ത് പറഞ്ഞ പോലെ മന്ത്രിയായി തുടരും, പക്ഷേ ഈ തെറ്റ് കണ്ടെത്തി പാർട്ടി ശിക്ഷിക്കുന്നു എന്ന് വന്നാൽ എങ്ങനെയാണിത് പുതിയൊരു സാഹചര്യത്തിൽ വിശദീകരിക്കാനാവുക മുഖ്യമന്ത്രി അടക്കം? ശരത്ത്, ഈ വിഷയത്തിൽ CPM എടുക്കുന്ന ഒരു നയപരമായ സമീപനം ഇങ്ങനെയാവാനാണ് സാധ്യത. അതായത് പൊതുസമൂഹത്തിന് മുമ്പിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന പ്രസ്താവനകളാണ് MM മണി നടത്തിയത്. അതായത് അദ്ദേഹത്തിന്റെ പ്രസ്താവനയിൽ മറ്റു തരത്തിലുള്ള ഉദ്ദേശശുദ്ധി ഉണ്ട് എന്ന് CPM വിലയിരുത്തുന്നില്ല. അത്തരത്തിലേക്ക് തങ്ങൾ വിലയിരുത്തി എന്ന വ്യാഖ്യാനവും CPM പുറത്തുവിടുന്നില്ല. മറിച്ച് അദ്ദേഹത്തിന്റെ പ്രസ്താവനകൾ പൊതുസമൂഹത്തിന് മുന്നിൽ അവമതിപ്പുണ്ടാക്കുന്ന തരത്തിൽ അത്തരം വ്യാഖ്യാനങ്ങൾ ഉണ്ടാകുന്നു. അത്തരത്തിലുള്ള ശ്രദ്ധ പുലർത്താൻ MM മണിക്ക് കഴിഞ്ഞില്ല എന്നൊരു നിലപാടിന്റെ അടിസ്ഥാനത്തിലാവാം CPM ഇത്തരമൊരു പൊതു നടപടിയിലേക്ക് വന്നത്. മറ്റൊരു കാര്യം കൂടി നമുക്ക് പറയേണ്ടത്, MM മണിയെ മന്ത്രിസ്ഥാനത്ത് നിന്നും മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഒരു നടപടിയിലേക്ക് CPMന് ഈ ഘട്ടത്തിൽ ചിന്തിക്കാൻ കഴിയില്ല എന്നൊരു പൊതു വിലയിരുത്തലുണ്ട്. അതേസമയം അദ്ദേഹത്തിനെതിരെ ഒരു അച്ചടക്ക നടപടി സ്വീകരിക്കാതെ മുന്നോട്ട് പോകാനുമാവില്ല. ഈ സാഹചര്യത്തിൽ ഇപ്പോഴുണ്ടായിരിക്കുന്ന വികാരങ്ങളെയും പ്രക്ഷോഭങ്ങളെയും ഒരു പരിധിവരെയെങ്കിലും ശമിപ്പിക്കാൻ ഈ നടപടികൾ കൊണ്ട് ഉതകും എന്നാണ് CPM പൊതുവിൽ വിശ്വസിക്കുന്നത്. ഇതെങ്ങനെ ഫലപ്രദമാവുമെന്ന് വരും ദിവസങ്ങളിൽ വിലയിരുത്തേണ്ടതാണ്. എന്തായാലും പ്രതിപക്ഷ കക്ഷികൾ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഒറ്റ കാര്യം കൂടി ഇന്നലെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ സംഭവിച്ചതുപോലെ തന്നെ എല്ലാവരും മണിയെ വിമർശിക്കുന്ന ഒരു സാഹചര്യമാണോ സംസ്ഥാന കമ്മിറ്റിയിലും ഉണ്ടായത്? കാരണം ഇന്നലെ അദ്ദേഹം പറഞ്ഞ വളരെ നിഷ്കളങ്കമായി MM മണി ഇറങ്ങിയപ്പോൾ പറഞ്ഞത് എല്ലാം ഇനി ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ എന്ന് അദ്ദേഹം പറഞ്ഞത് തന്നെ വളരെ പ്രാധാന്യത്തോടുകൂടി വരാൻ പോകുന്ന ഒരു സൂചനയായി തന്നെ ഇന്നലത്തെ പ്രൈം ഡിബേറ്റ് ചർച്ചയിലും വന്നിരുന്നു. സംസ്ഥാന സമിതി യോഗത്തിലും നല്ല വിമർശനം അദ്ദേഹത്തിന് കേൾക്കേണ്ടി വന്നോ? എക്സിക്യൂട്ടീവ് സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ നടന്ന ചർച്ചകൾക്ക് തുടർച്ചയായി വലിയ തോതിലുള്ള വിമർശനങ്ങൾ സംസ്ഥാന സമിതിയിൽ ഉയർന്നില്ലെന്ന് നമുക്ക് മനസ്സിലാകുന്നത്. കാരണം അദ്ദേഹത്തിനെതിരെയുള്ള നടപടി ഇന്നലെ തന്നെ തീരുമാനിച്ചതാണ്. ഇക്കാര്യത്തിൽ MM മണിയുമായുള്ള ഒരു അദ്ദേഹത്തെയും പാർട്ടി നടപടിയെടുക്കുന്നു എന്ന തീരുമാനം അദ്ദേഹത്തെ പാർട്ടി അറിയിച്ചിട്ട് സംസ്ഥാന നേതൃത്വം അറിയിച്ചിരുന്നു. ഇന്ന് അതേസമയം കോടിയേരി ബാലകൃഷ്ണൻ MM മണിക്കെതിരെ രൂക്ഷമായ ചില പരാമർശങ്ങൾ ഉണ്ടായി. കാരണം മൂന്നാർ വിഷയത്തെ ചൊല്ലി ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന വിവാദങ്ങളെല്ലാം സർക്കാരിലേക്ക് കേന്ദ്രീകരിക്കുന്നതിന് പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്ന് MM മണിയുടെ വിവാദ പരാമർശങ്ങളാണ്. ഇക്കാര്യത്തിൽ MM മണി ഗുരുതരമായ വീഴ്ച പറ്റി എന്ന് തന്നെ സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ സംസ്ഥാന സമിതി യോഗത്തിൽ പറഞ്ഞിട്ടുണ്ട്. മറ്റ് കാര്യമായ ചർച്ചകൾ, നേതാക്കളുടെ വിമർശനങ്ങളൊന്നും ആ തരത്തിലേക്കുള്ള ചർച്ചകളിലേക്ക് ഇന്നത്തെ സംസ്ഥാന സമിതി യോഗം കടന്നില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാനാവുക. ശരി സജിത്ത്, പ്രൈം ഡിബേറ്റിൽ ഇപ്പോൾ ചർച്ചയിൽ പങ്കുചേരുന്നത് സാമൂഹ്യ നിരീക്ഷകൻ ശ്രീ MN കാരശ്ശേരി, CPM നേതാവ് ശ്രീ രാജു എബ്രഹാം MLA, മുൻ മന്ത്രി കോൺഗ്രസ് നേതാവ് ശ്രീ ഡൊമിനിക് പ്രസന്റേഷൻ, ഒപ്പം തന്നെ ഇപ്പോൾ പെമ്പിളൈ ഒരുമൈ ഗോമതി പക്ഷത്തിന്റെ സമരം തുടരുകയാണ് മൂന്നാറിൽ. അവരുടെ ഒരു പ്രതിനിധി ഉണ്ടാകും ഈ ചർച്ചയിൽ, അവിടെ നിന്ന് പ്രതീക്ഷിക്കുന്നു. ആദ്യം ശ്രീ MN കാരശ്ശേരി, ഇന്നടക്കം ഇക്കാര്യത്തിൽ വളരെ പരസ്യമായി എഴുതുകയും നിലപാടെടുക്കുകയും ചെയ്തത് താങ്കൾ ഇക്കാര്യത്തിൽ കൂടുതൽ ന്യായീകരണ തൊഴിലാളികളെ ഇറക്കി CPM രംഗം വഷളാക്കുകയല്ല ചെയ്യേണ്ടത്. MM മണി തെറ്റ് ഏറ്റുപറഞ്ഞ് ഖേദപ്രകടനം പ്രകടിപ്പിക്കണം. ഖേദപ്രകടനം നിലവിൽ തന്നെ അദ്ദേഹത്തിന്റെ സംഭാവനയായി ഉണ്ടായിരുന്നു. അതുപോരാ, തെറ്റ് ഏറ്റുപറഞ്ഞ് ഖേദപ്രകടനം നടത്തണം. ജനങ്ങളോടും ഭാഷയോടും വല്ല ആദരവും ഉണ്ടെങ്കിൽ CPM ചെയ്യേണ്ടത് അതിന് പ്രേരകമാകുന്ന നിലപാടെടുക്കുകയാണ്. ഇതാണ് താങ്കൾ ഇക്കാര്യത്തിൽ എടുത്തിട്ടുള്ള വളരെ പരസ്യമായ ഒരു നിലപാട്. ഇന്നിപ്പോൾ അവസാനിച്ച CPM സംസ്ഥാന സമിതി കഴിയുമ്പോൾ വന്ന പത്രക്കുറിപ്പ് പരസ്യ ശാസനയിലൂടെ പറയുന്നത് പാർട്ടിയുടെ യശസ്സിന് മങ്ങലേൽപ്പിക്കുന്ന നിലയിൽ പൊതുപരാമർശങ്ങളാണ് നടത്തിയതിന് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായ സഖാവ് MM മണിയെ പരസ്യമായി ശാസിക്കാൻ A വിജയരാഘവന്റെ അധ്യക്ഷതയിൽ ചേർന്ന പാർട്ടി സംസ്ഥാന കമ്മിറ്റി തീരുമാനിച്ചു.
ഒരു വരിയിൽ പോലും അദ്ദേഹം ഇരിക്കുന്ന പദവിയിൽ തുടരാൻ പാകത്തിനുള്ള ഒരു അനുകൂലമായി പിന്തുണയ്ക്കുകയോ ന്യായീകരിക്കുകയോ താങ്കൾ പറഞ്ഞാൽ ഒരു ന്യായീകരണത്തിനും തുനിയാതെയാണ് പൊതുപരാമർശങ്ങൾ വിവാദമാകുന്നു, SS കളങ്കപ്പെടുത്തുന്നു എന്ന നിലയിൽ നടപടിയെടുത്തിരിക്കുന്നത്, പരസ്യമായി ശാസിച്ചിരിക്കുന്നത്. അതായത് പാർട്ടിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല താങ്കൾ പറഞ്ഞ പോലെ ആ നാട്ടുഭാഷ. ശ്രീ എം എൻ കാരശ്ശേരി. ശരത്, ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത് പാർട്ടി എന്തു പറയുന്നു എന്നുള്ളതിനേക്കാൾ ജനങ്ങളെ സംബന്ധിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം മുഖ്യമന്ത്രി എന്തു പറയുന്നു എന്നുള്ളതാണ്. അദ്ദേഹം സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയാണ്. ഈ മണി അദ്ദേഹത്തിന്റെ മന്ത്രിസഭയിലാണ് അംഗമായിരിക്കുന്നത്. അപ്പോ ഒരു തെറ്റു പറ്റിയാൽ അത് ഞങ്ങൾക്ക് തെറ്റുപറ്റി, അല്ലെ ഞങ്ങളുടെ നേതാവിന് പിഴച്ചു എന്ന് പറയാനുള്ള ജനാധിപത്യ മര്യാദ, ജനങ്ങളോടുള്ള ആദരവ്, ഭാഷയോടുള്ള ഒരു പരിഗണന, അത് വളരെ ലളിതമല്ലേ? അതായത് അദ്ദേഹം ഖേദപ്രകടനം നടത്തി പറഞ്ഞാൽ എന്താ പറഞ്ഞത്? ഇത് മാധ്യമങ്ങൾ വളച്ചൊടിച്ചു. ഇവിടുത്തെ രാഷ്ട്രീയക്കാർ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, അവർക്ക് പണ്ടത്തെമാതിരി കളവ് പറയാൻ പറ്റില്ല. എന്താ കാരണം വെച്ചാല് ദൃശ്യമാധ്യമങ്ങൾ എപ്പോഴും അവരുടെ ക്യാമറ കണ്ണ് തുറന്നിരിക്കുകയാണ്, അത് വീണ്ടും വീണ്ടും കാണിച്ചുകൊണ്ടിരിക്കും. എന്നാലും പറയും എഡിറ്റ് ചെയ്ത് അങ്ങനെ ആക്കി ഇങ്ങനെ ആക്കി അങ്ങോട്ടാക്കി ഇങ്ങോട്ടാക്കി. ഇതിപ്പോ എല്ലാവർക്കും ഇങ്ങനെ വരുന്നില്ല. അതായത് ഇപ്പൊ MM മണി ഈ ഒരു പ്രസ്താവനയല്ല. ഇപ്പോ TP ചന്ദ്രശേഖരനെ കൊന്ന ഉടനെ അദ്ദേഹത്തിന്റെ കുപ്രസിദ്ധമായ 1, 2, 3 പ്രസംഗമുണ്ട്, അത് നോക്കിയാൽ മതി. അദ്ദേഹം വളരെ വിവേകം കുറഞ്ഞ ഒരാളാണ്. അദ്ദേഹത്തെ ഈ ഇത്തരം പ്രസ്താവനകൾക്കും പ്രസംഗങ്ങൾക്കും പറ്റില്ല എന്ന് അദ്ദേഹം തെളിയിച്ചതാണ്. അത് കഴിഞ്ഞിട്ടിപ്പോ അദ്ദേഹം കൊലക്കേസിൽ പ്രതി ചേർത്തപ്പോ എല്ലാവരും ബഹളം ഉണ്ടാക്കിയതാണ്. കൊലക്കേസിൽ പ്രതി ചേർക്കപ്പെട്ട ഒരാള് മന്ത്രിസ്ഥാനത്ത് തുടർന്ന് ശരിയല്ല, രാജിവെക്കണം എന്ന് പറഞ്ഞിട്ട്. ഇപ്പോ അദ്ദേഹം പെമ്പിളയെ ഒരുമയെ സമരം ചെയ്യുന്ന എന്തിനാണ്? സ്ത്രീകളുടെ അന്തസ്സിനെ ഇടിച്ചു താഴ്ത്തുന്ന മട്ടിൽ അദ്ദേഹം നിലപാടെടുക്കുകയും പ്രസംഗിക്കുകയും ചെയ്തു എന്നാണ്. ഇത് ക്രിമിനൽ കുറ്റമാണ് ഇന്ത്യയിലെ നിലവിലുള്ള നിയമം അനുസരിച്ച്. അപ്പോ ഈ തരത്തിൽ ഏത് അളവിൽ എങ്ങനെ അബദ്ധം കാണിച്ചാലും എന്തൊക്കെ ധിക്കാരം കാണിച്ചാലും MM മണിയെ താൻ സംരക്ഷിക്കും എന്ന് മുഖ്യമന്ത്രിക്ക് ഒരു നിലപാടുണ്ട്. ആ നിലപാട് മുഴുവൻ ശരിയല്ല എന്ന് അദ്ദേഹത്തിന്റെ പാർട്ടിക്ക് നിലപാടുണ്ട്. അതിൽ രൂക്ഷമായൊരു നിലപാട് ഇടതുപക്ഷ മുന്നണിയിലെ പ്രധാനപ്പെട്ട കക്ഷിയായ CPIക്ക് ഉണ്ട്. അത് വളരെ സങ്കീർണമാണ്, യാതൊരു സംശയമില്ല. സമ്മതിച്ചു. പക്ഷേ ശ്രീ എം എൻ കാരശ്ശേരി ഒരു ഇടതുപക്ഷ സർക്കാർ ഇടതുപക്ഷ മുന്നണി, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ടിയാണ് CPM. ആ CPM ഇപ്പോൾ ഒരു നടപടി എടുത്തിരിക്കുന്നു എന്നത് ചെറിയ കാര്യമല്ല. ആ നടപടി താങ്കൾ പറഞ്ഞ പോലെ മുഖ്യമന്ത്രിയെ പ്രതീക്ഷിച്ചിരിക്കുമ്പോൾ പോലും ആ നടപടി ഒരു അവസാന വാക്കായി കാണേണ്ടതുമല്ല. CPM അങ്ങനെ കരുതുന്നുണ്ടാവാം. നേരത്തെ ഞങ്ങളുടെ പ്രതിനിധി സൂചിപ്പിച്ച പോലെ പാർട്ടി നടപടി എടുക്കുന്നു, മന്ത്രിയായി അദ്ദേഹം തുടരുന്നു എന്ന് CPM കരുതുന്നുണ്ടാവും. പക്ഷേ ഈ നടപടി പോലും പ്രധാനമല്ലേ? രാഷ്ട്രീയമായ ഒരു തെറ്റ് ചൂണ്ടിക്കാട്ടാൻ മണിയുടെ പാർട്ടിക്ക് കഴിയുന്നു എന്ന് വെച്ചാൽ ആദ്യ നടപടിയായി അതിനെ കണ്ടുകൂടെ? ശ്രീ എം എൻ കാരശ്ശേരി. അല്ല, ആ നടപടി എടുക്കുന്നു, ശാസിക്കുന്നു എന്നുള്ളത് നല്ല കാര്യമാണ്. ഞാൻ പറയുന്നത് അദ്ദേഹത്തിന് നാവ് പഴിച്ചു, അത് നിങ്ങൾ ക്ഷമിക്കണം എന്നൊരു വാക്ക് മുഖ്യമന്ത്രി പറഞ്ഞാൽ അത് തീർന്നല്ലോ. മുഖ്യമന്ത്രി എന്തിനാണ് ഇങ്ങനെ ജനങ്ങളോട് ദുർവാശി പിടിക്കുന്നത്? ജിഷ്ണു പ്രണോയ് എന്നൊരു കുട്ടി ആത്മഹത്യ ചെയ്തപ്പോ ആ വീട്ടിലൊന്ന് പോവാനോ അവരെ ഒന്ന് വിളിക്കാനോ ഈ മുഖ്യമന്ത്രിക്ക് നേരല്ല. ആ മുഖ്യമന്ത്രിയാണ് ഇപ്പോ മനോവീര്യം തകർക്കുന്നു എന്ന്, അതായത് നിലമ്പൂർ കാടുകളിൽ മാവോവാദികൾ എന്ന് പറഞ്ഞ് 2 പേരെ വെടിവെച്ചു കൊന്നിട്ട് ആ പോലീസിനെ വിമർശിക്കാൻ പാടില്ല എന്ന് അവരുടെ മനോവീര്യം തകർക്കും എന്ന് പറയുന്ന മുഖ്യമന്ത്രിയാണ് ഇവിടുത്തെ ഇടുക്കിയിലെ കലക്ടറെയും സബ് കലക്ടറെയും പുലഭ്യം പറയുന്ന മന്ത്രിയെ ന്യായീകരിക്കുന്നത്. അപ്പോൾ റവന്യൂ ഉദ്യോഗസ്ഥന്മാരെ, സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ മനോവീര്യം കെടുക്കുന്ന മട്ടിൽ, അവരുടെ ഔദ്യോഗിക കൃത്യനിർവഹണത്തിൽ ഇടപെടുന്ന മട്ടിൽ മന്ത്രി സംസാരിക്കുന്നു എന്ന് പറഞ്ഞാൽ സത്യപ്രതിജ്ഞാ ലംഘനമാണത്. അതിനൊന്നും നേരമില്ലാത്ത മുഖ്യമന്ത്രിയാണ് ഇപ്പൊ ഇത് ന്യായീകരിക്കാൻ വരുന്നത്. ഞാൻ പൊമ്പിള ഒരുമൈ ഗോമതി പക്ഷത്തിന്റെ പ്രതിനിധിയായി ഇപ്പോൾ രാജേശ്വരി കൂടി മൂന്നാറിൽ നിന്ന് ഈ ചർച്ചയിൽ പങ്കുചേരുന്നുണ്ട്. ശ്രീ രാജു എബ്രഹാം CPM നേതാവ് ചേരുന്നു. ശ്രീ ഡൊമിനിക് പ്രസന്റേഷൻ ഉണ്ട്. ശ്രീ ഡൊമിനിക് പ്രസന്റേഷൻ, താങ്കളിലേക്ക് വരും മുമ്പ് ഏതായാലും ഈ പുതിയ നടപടിയുടെ അടിസ്ഥാനത്തിൽ രാജു എബ്രഹാമിന് കൂടി പറയാനുള്ളത് എന്താണെന്ന് കേട്ടാൽ കുറച്ചുകൂടി താങ്കൾക്കും എളുപ്പമാകും. ശ്രീ രാജു എബ്രഹാം, സഭയിലേക്ക് ചെന്നാൽ മണിയുടെ നാട്ടുഭാഷ, ആ ഗ്രാമ്യഭാഷ നിങ്ങൾക്ക് ഹൃദ്യമാണ്, അതിലൊരു തെറ്റുമില്ല. പക്ഷേ സഭ വിട്ട് പുറത്തേക്കിറങ്ങി നാട്ടിലേക്കിറങ്ങിയാൽ
CPM നേതാവും CPM അംഗവും എന്ന നിലയിൽ മണി നിങ്ങളുടെ പാർട്ടിക്ക് യശസ് കെടുത്തിയ ആളുമായി മാറും. ഇങ്ങനെ ആയിരിക്കില്ലേ സ്വാഭാവികമായും ഈ രാത്രി മുതൽ രാജു എബ്രഹാം ഈ വിഷയത്തെ വിശദീകരിക്കാൻ ഒരുങ്ങുന്നത്? അല്ല, കഴിഞ്ഞ ദിവസം ഉണ്ടായ ചില പ്രശ്നങ്ങൾ നമ്മൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളാണ്. ആ പ്രശ്നങ്ങളും ഇന്നത്തെ നടപടിയുമായി കാര്യമായ ബന്ധങ്ങളൊന്നും തന്നെയില്ല. കാരണം ആദ്യം പുറത്തു വന്ന വാർത്തകൾ മുഖ്യമന്ത്രിയും മന്ത്രിമാരും നേതാക്കന്മാരും ഒക്കെ ആ വാർത്ത ശരിയാണെങ്കിൽ അത് സംബന്ധിച്ച പരിശോധന ഉണ്ടാകും എന്ന് വ്യക്തമാക്കിയതാണ്. പക്ഷെ പിന്നീടാണ് അതൊരു എഡിറ്റ് ചെയ്യപ്പെട്ട വാർത്തയാണ് എന്ന കാര്യം വന്നത്. അതിന്റെ ഫുൾ ടെസ്റ്റ് കേട്ട ആളുകൾ എന്താ കണ്ടത്? പെമ്പിളെ ഒരുമ കഴിഞ്ഞ് കുറേ വാചകങ്ങൾ കഴിഞ്ഞ് മറ്റൊരു സംഭവത്തിലാണ് രണ്ടാമത് കാട്ടിനുള്ളിൽ പരിപാടി എന്ന രൂപത്തിലേക്ക് വന്നത്. അത് പെമ്പിളെ ഒരുമയുമായിട്ടോ സ്ത്രീകളുമായി ശ്രീ രാജു എബ്രഹാം, ഇനി ഇത് പറയുന്നതിൽ എന്താണ് അർത്ഥം? കാരണം CPM ഇറക്കിയ വാർത്താക്കുറിപ്പ്, പരസ്യമായി ശാസിച്ചുകൊണ്ടുള്ള വാർത്താക്കുറിപ്പിൽ ഈ പറയുന്ന സാഹചര്യങ്ങൾ പോട്ടെ, ദുർവ്യാഖ്യാനം ചെയ്യാനെങ്കിലും മണി നിന്നുകൊടുത്തു, ഇടയാക്കി എന്നുപോലും പറയുന്നില്ല. പൊതുപരാമർശങ്ങൾ, പാർട്ടിയുടെ യശസ്സിന് നാണം കെടുത്തി, കളങ്കം വരുത്തി എന്ന് പറയുന്ന നിലയിൽ ഒരു തരത്തിലും സംശയത്തിന് ഇട കൊടുക്കാതെയാണ് CPM മണിയുടെ തെറ്റ് കണ്ടെത്തിയിരിക്കുന്നത്. പിന്നെയും നമ്മൾ ഇങ്ങനെ വളഞ്ഞു പിടിക്കാൻ ശ്രമിക്കുന്നത് ആളുകളുടെ മുമ്പിൽ കൂടുതൽ പരിഹാസ്യമായി മാറുകയുള്ളൂ. യാഥാർത്ഥ്യ ബോധത്തോടുകൂടി വിഷയത്തെ സമീപിക്കേണ്ടതല്ലേ ഇനിയെങ്കിലും നമ്മൾ? അല്ല, അദ്ദേഹം നടത്തിയ പ്രസംഗത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു നടപടി അല്ല ഇന്നുണ്ടായത്. അദ്ദേഹം നടത്തിയ പ്രസംഗത്തിന്റെ ഫുൾ ടെസ്റ്റിനനുസരിച്ച് അദ്ദേഹത്തിനെതിരെ ഒരു നടപടി എടുക്കേണ്ട ആവശ്യമില്ല. പക്ഷേ അദ്ദേഹം നടത്തുന്ന പൊതുവായിട്ടുള്ള പ്രസംഗങ്ങളിൽ ചില കാര്യങ്ങൾ പാർട്ടിയുടെ യശസ്സിന് മങ്ങലേൽപ്പിക്കുന്നു, പ്രത്യേകിച്ച് ഒരു മന്ത്രി എന്ന നിലയിൽ. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു പരസ്യശാസന എന്ന നിലയിൽ ശ്രീ രാജു എബ്രഹാം അതിൽ നിന്ന് മനസ്സിലാക്കുന്ന എനിക്ക് ഒട്ടും മനസ്സിലായില്ല. കാരണം നമ്മളാരും ആ കമ്മിറ്റിയിലുള്ള ആളല്ല. അതിൽ പറയുന്നത് ഇങ്ങനെ തന്നെയാണ്. താങ്കൾ പറഞ്ഞല്ലോ, യശസ്സിന് മങ്ങലേൽപ്പിക്കുന്ന നിലയിൽ പൊതുപരാമർശങ്ങൾ നടത്തിയ എം എം മണിയെ പരസ്യമായി ശാസിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഇതല്ല, പിന്നെ മറ്റെന്താണ് പാർട്ടി കാണുന്ന? കാരണം ഇതിൽ പറയാത്തത് കൊണ്ട് നിങ്ങളൊക്കെ പറഞ്ഞു തരണമല്ലോ. ഏതാണ് ഉദ്ദേശിക്കുന്നത്? എന്തിന്റെ പേരിലാണ് അപ്പോൾ ഈ നടപടി? അല്ല, അത് മാധ്യമങ്ങൾ തന്നെ പല പ്രസംഗങ്ങളും അദ്ദേഹത്തിന്റെ കോട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അതെല്ലാമാണെന്ന് നമുക്ക് കൂട്ടിയാൽ മതി. അതിലിതുകൊണ്ട് സാർ പിന്നെ നിലയിൽ നമുക്ക് കാത്തു സൂക്ഷിക്കേണ്ട ചില പ്രത്യേകതകളുണ്ട്. പറയൂ. അതിലിതാണ് ഏറ്റവും ഇപ്പോൾ ഇതൊക്കെ ചർച്ച ചെയ്തൊരു നടപടി എടുക്കേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ് CPM-ന്? ഈ വിഷയത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ഈ വിഷയത്തിൽ ഒരു സ്ത്രീ വിരുദ്ധതയും ഇല്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കെ അത് പാർട്ടിക്ക് നാണക്കേടായി എന്ന് പറഞ്ഞ് ആ ഭാഷ പാർട്ടിക്ക് പിടിച്ചിട്ടില്ല, സർക്കാരിന് പിടിച്ചിട്ടുണ്ട്. നിയമസഭയിൽ ചെല്ലുമ്പോൾ താങ്കൾക്കും ആ ഭാഷ പിടിക്കും. നാട്ടിലേക്ക് ഇറങ്ങിയാൽ ആ ഭാഷ താങ്കൾക്കും അരോചകമായി തോന്നാം നാളെ മുതൽ. പാർട്ടിക്ക് ആ ഭാഷ പിടിച്ചിട്ടില്ല. അതിൽ പിന്നെ അതില്ല, ഇതുണ്ട്, അതേ ഉള്ളൂ, ഇതില്ല എന്നൊക്കെ പറയുന്നത് എങ്ങനെയാണ് ന്യായീകരിക്കാനാവുന്നത്? ശ്രീ രാജു എബ്രഹാം, താങ്കളെ പോലെ ഒരാൾക്ക്. ഒരിക്കലുമില്ല. ഇത് സത്യത്തിൽ ഇവിടെ നടത്തേണ്ടത് ശ്രീ മണിക്കെതിരെ അല്ല നടപടി എടുക്കേണ്ടത്. ഇവിടെ സത്യത്തിൽ നടപടി എടുക്കേണ്ടത് ഇത് എഡിറ്റ് ചെയ്ത് പുറത്തുവിട്ട വ്യക്തികൾക്കെതിരായിട്ടാണ്. അപ്പൊ പാർട്ടി അനീതി കാട്ടിയോ? എം എം മണിയോട് പാർട്ടി അനീതി കാട്ടിയോ? ഒരു വലിയ ട്രാപ്പാണ്. എം എം മണിയോട് പാർട്ടി അനീതി കാട്ടിയല്ലേ? ഒരിക്കലുമില്ല. കാരണം ഞാൻ ആദ്യം തന്നെ പറഞ്ഞല്ലോ അദ്ദേഹം നടത്തുന്ന പ്രസംഗങ്ങളിൽ പല സന്ദർഭങ്ങളിലും പരാമർശിക്കപ്പെടുന്ന ചില പ്രയോഗങ്ങൾ അല്ലെങ്കിൽ വാക്കുകൾ അത് ഒരു മന്ത്രി എന്ന നിലയിലാകുമ്പോൾ അത് പാർട്ടിയുടെ യശസ്സിന് മങ്ങലേൽപ്പിക്കുന്ന കാര്യങ്ങളാണ്. ഇത്ര മാത്രമേ ഉള്ളൂ. അതായത് ഗസ്റ്റ് ഹൗസിൽ കള്ളുകൂടി. ആദ്യം ഇതൊക്കെ കേട്ടപ്പോ ശ്രീ രാജു എബ്രഹാം, ശ്രീ ഡൊമിനിക്, ദയവായി ഒന്ന് ക്ഷമിക്കണം, ഞാൻ എളുപ്പം വരാം. അതായത് ഗസ്റ്റ് ഹൗസിൽ കള്ളുകൂടി, കേസ് കണക്കിന് കള്ളുകൂടി, അത് കഴിഞ്ഞിട്ട് സർവ്വവിധ പണികളും, ആ പണികൾ തന്നെ കാട്ടിൽ, ഇതൊക്കെയാണോ യശസ് കളഞ്ഞ അദ്ദേഹത്തിൻ്റെതായ സംഭാവനകളായ പരാമർശങ്ങൾ? അങ്ങ് തന്നെ ഇത് പറയുമ്പോൾ ഇത് എഡിറ്റ് ചെയ്ത് വർത്താനായി പറയുന്നത്. അല്ല, ഞാൻ ചോദിച്ചത് ഫുൾ ടെസ്റ്റ് കേൾപ്പിക്കൂ, നമുക്ക് പൊതുവായി ചർച്ച ചെയ്യാം. ശ്രീ മണി തന്നെ പറഞ്ഞല്ലോ. അല്ല, അതിന്റെ പറഞ്ഞല്ലോ. അല്ല, ഞാൻ ചോദിച്ചത് എന്തിനാണ് ശ്രീ രാജു എബ്രഹാം, താങ്കളുടെ പാർട്ടി
ശ്രീ എം എം മണിയുടെ പാർട്ടി ഇതിലൊരു തീരുമാനമെടുത്തു. ആ തീരുമാനത്തിൽ പറയുന്നു പൊതുപരാമർശങ്ങൾ, താങ്കളും അത് സാധൂകരിക്കുന്നു, പൊതുപരാമർശങ്ങൾ പാർട്ടിക്ക് നാണക്കേടുണ്ടാക്കി. ഞാൻ ചോദിച്ചത് ഇപ്പോൾ ഏറ്റവും അധികം ചർച്ച ചെയ്തത് ഈ പരാമർശങ്ങളാണ്. ഈ പരാമർശങ്ങളാണ് സ്ത്രീ വിരുദ്ധമാണെന്ന നിലയിൽ നിങ്ങൾക്കൊക്കെ നേരെ അല്ലെങ്കിൽ സർക്കാരിന് നേരെയോ മന്ത്രിക്ക് നേരെയൊക്കെ വന്നു. ഞാൻ ചോദിച്ചത് ഈ പരാമർശങ്ങളാണോ യശസ് കളഞ്ഞ പൊതുപരാമർശങ്ങളി ഉൾപ്പെടുന്നതായി കരുതേണ്ടത്? അതിൽ ഇത് വരുന്നുണ്ടോ എന്ന് എന്റെ ചോദ്യമുള്ളൂ. ഞാൻ എഡിറ്റ് ചെയ്യില്ല. അതിലെ ആ പരാമർശങ്ങളിൽ ഇതുണ്ടോ എന്നൊരു സംശയം മാത്രമാണ്. ഒരിക്കലുമല്ല. ഇവിടെ പ്രധാനമായി ചർച്ച ചെയ്യുന്നത് എന്താ? സ്ത്രീ വിരുദ്ധത. അതാണല്ലോ ചർച്ച ചെയ്യുന്നത്. അദ്ദേഹം സ്ത്രീകൾക്കെതിരെ പ്രസംഗിച്ചിട്ടില്ല എന്ന് അദ്ദേഹം പറഞ്ഞു എന്ന് മാത്രമല്ല, ആ പ്രസംഗം കേട്ടിട്ട് ആരും അത് അംഗീകരിക്കുന്നില്ല. എഡിറ്റ് ചെയ്യപ്പെട്ടപ്പോ ഞാൻ തെറ്റിദ്ധരിച്ച ആളാണ്. ഇത് മോശമായി പോയല്ലോ. വിശദീകരിക്കേണ്ട കാര്യമില്ല. കാര്യമില്ലെങ്കിൽ അദ്ദേഹം കൂടുതൽ സംശയത്തിന്റെ നിഴലിലാകും. ശ്രീ ഡൊമിനിക് പ്രസന്റേഷൻ ഒരു വരി അല്ലെങ്കിൽ 2 വരി ഒരിക്കലും ഇല്ല. റൈറ്റ്. ശ്രീ ഡൊമിനിക് പ്രസന്റേഷൻ ഒരു വരിയിൽ അല്ലെങ്കിൽ 2 വരിയിൽ ആണ് എം എം മണി ചെയ്ത തെറ്റിനെ വിശദീകരിച്ചുകൊണ്ട് CPM നടപടി എടുത്തിരിക്കുന്നത്. അതിന്റെ മറ്റു വശങ്ങളിലേക്കൊക്കെ നമുക്ക് വരാം. ഈ നടപടിയെക്കുറിച്ച് ആദ്യം, അതിലൊരിടത്തും അദ്ദേഹത്തിന് ആശ്വാസം പകരുന്ന ഒരു വാചകം പോലുമില്ല, ഒരു സൂചന പോലുമില്ല. അദ്ദേഹത്തിന്റെ പൊതുപരാമർശങ്ങൾ പലതും മോശമാണ്, നാണക്കേടുണ്ടാക്കുന്നു, യശസ് ഇല്ലാതാക്കുന്നു എന്ന് പറയുന്നു. എന്ന് പറഞ്ഞാൽ അത് ഗൗരവമായി ഉന്നയിക്കപ്പെടുന്ന, നിങ്ങളൊക്കെ ഉന്നയിക്കുന്ന ആ ആക്ഷേപം, മണി ചെയ്തു എന്ന് പറയുന്ന തെറ്റിനെ കൂടുതൽ ശരിവെക്കലാണോ? ഇതടക്കം, ഏറ്റവും ഒടുവിലുണ്ടായ സംഭവം അടക്കം. കണ്ടില്ലേ, നമ്മുടെ എൻ്റെ അടുത്ത സുഹൃത്ത് രാജീവ് എബ്രഹാം വല്ലാതെ വിഷമിക്കുകയാണ് ഡിഫെൻഡ് ചെയ്യാൻ. അതാണ് അവരുടെ ഒരു പൊസിഷൻ. എനിക്കതിൽ രാജീവ് എബ്രഹാമിന്റെ ദയനീയതയിൽ എനിക്ക് സങ്കടമുണ്ട്. ഞങ്ങൾ അടുത്ത സുഹൃത്തുക്കളാണ്, വളരെ കാലം ഒരുമിച്ച് നിയമസഭയിലുണ്ടായിരുന്ന ആളാണ്. പക്ഷെ ഒരു കാര്യം രാജീവ് എബ്രഹാമിന് അറിയാമല്ലോ, ശ്രീ മണിയെ എന്തിനാണ് മുഖ്യമന്ത്രി ഇങ്ങനെ ഈ കാര്യത്തിൽ അതിൻ്റെ അകത്ത് ന്യായീകരിക്കുന്നത്? ഇത് ഒന്നാമത്തെ സംഭവമല്ലല്ലോ. എത്രയോ പ്രാവശ്യം അദ്ദേഹം സ്ത്രീ വിരുദ്ധത പറഞ്ഞിട്ടുള്ളത്. VSന്റെ കാലത്ത് അന്ന് നിവേദിത പി ഹരൻ എന്ന് പറയുന്ന അന്നത്തെ റവന്യൂ സെക്രട്ടറി എന്താ പറഞ്ഞത്? വളരെ മോശം കമൻസ് ആയിരുന്നു. അതൊക്കെ പോട്ടെ, ആ മഹിജ മുഖ്യമന്ത്രിയെ കാണണമെന്ന് പറഞ്ഞപ്പോൾ അത് അദ്ദേഹം എങ്ങനെ വ്യാഖ്യാനിച്ചത്? ഇപ്പോഴങ്ങനെ അത് പറയുന്നത്. രാജീവ് എബ്രഹാമെ, നിങ്ങൾ ധൈര്യപൂർവ്വം നിങ്ങൾ ജനങ്ങളെ ഫേസ് ചെയ്യാൻ നിങ്ങൾക്ക് കഴിയില്ല. എന്തുകൊണ്ടെന്നാൽ നിങ്ങൾക്ക് ബോധ്യമുണ്ട് മണി നിങ്ങൾക്കൊരു ലയബിലിറ്റി ആണെന്ന്. പക്ഷേ സാഹചര്യങ്ങളുടെ സമ്മർദ്ദം കൊണ്ട് നിങ്ങൾ ഇങ്ങനെ പിടിച്ചു നിൽക്കുകയാണ്. ഒരു കാര്യം ഞാൻ പറയാം, അദ്ദേഹത്തിൻ്റെ പേരിൽ സ്ത്രീ വിരുദ്ധതയ്ക്ക് കേസ് വരുവാണ്. പക്ഷെ വനിതാ കമ്മീഷൻ തന്നെ കേസെടുക്കാൻ പറഞ്ഞാൽ നിങ്ങളുടെ പോലീസിന് അദ്ദേഹത്തെ സഹായിക്കാൻ കഴിയില്ല, കേസെടുത്തേ മതിയാവും. അതുകൂടെ വരുമ്പോൾ എൻ്റെ സ്ഥിതി 302 പ്രതിയായി ഇപ്പം തന്നെ അദ്ദേഹം കോടതി ഹാജരാവണം. ഒരു ഹാജരാത് കഴിഞ്ഞിനി വീണ്ടും ചെല്ലണം. അവിടെ അദ്ദേഹം പ്രതിയാണ്, അക്യൂസ്ഡാണ്, ട്രയൽ തുടങ്ങുവാണ്. അല്ല, വെറുതെ അക്യൂസ്ഡ് അല്ല, ട്രയലിലുള്ള തുടങ്ങിയിരിക്കുകയാണ്. ഹൈക്കോടതിയിൽ പോയിട്ട് അതിന് സ്റ്റേ കിട്ടിയിട്ടില്ല. ഇതിപ്പോൾ അപ്പോൾ വീണ്ടും അദ്ദേഹം ഒരു കേസിൽ സ്ത്രീ വിരുദ്ധ പരാമർശങ്ങൾ അദ്ദേഹത്തിന് കേസെടുത്തേ മതിയാവോ? അതുകൂടെ വന്നു കഴിയുമ്പോഴേക്ക് നിങ്ങൾ എങ്ങനെ അദ്ദേഹത്തെ ഡിഫെൻഡ് ചെയ്യുക? എനിക്ക് മനസ്സിലാവുന്നത്, എനിക്ക് തോന്നുന്നു മുഖ്യമന്ത്രിയുടെ വലിയ ആശങ്ക ഞങ്ങൾക്കൊക്കെ ഉണ്ട്. പക്ഷെ അദ്ദേഹത്തിന് ഈ ഒരു സിറ്റുവേഷൻ വന്നേക്കാവോ എന്ന് ഉള്ള ലാവലിംഗ് കേസ് കിടക്കുകയാണല്ലോ. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം മണിയെ മന്ത്രിസഭ പുറത്താക്കാൻ അദ്ദേഹം മടിക്കുന്നതെന്നല്ല ഞങ്ങൾ എത്തേണ്ടി വരില്ല കൺക്ലൂഷനിൽ. അദ്ദേഹത്തോടുള്ള എല്ലാ ബഹുമാനത്തോടെ ഞാൻ പറയുന്നു, ഞങ്ങളൊക്കെ വിശ്വസിക്കുന്നു മണിയെ മുഖ്യമന്ത്രിക്ക് പല കാരണങ്ങൾ കൊണ്ടും അദ്ദേഹത്തെ നിലനിർത്തേണ്ടി വരുന്നു. അല്ലെങ്കിൽ ശശീന്ദ്രൻ അദ്ദേഹം രാത്രി അദ്ദേഹത്തിന്റെ ഒരു മാനസികാവസ്ഥ മണി അദ്ദേഹം ഡിഫെൻഡ് ചെയ്യുന്നു. ശ്രീ രാജീവ് എബ്രഹാം, അതിനൊരു മറുപടി, ഈ പറഞ്ഞ പോലെ ഒരു രാഷ്ട്രീയ സംശയമാണ് അദ്ദേഹം ഉന്നയിക്കുന്നത്. ലാവ്ലിൻ കേസിന്റെ വരാൻ പോകുന്ന വിധിയുടെ അടിസ്ഥാനത്തിലാണ് ഇത്തരം ഒരു സംരക്ഷണം. നിലവിൽ തന്നെ കേസിൽ വിചാരണ നേരിടാനിരിക്കുന്ന ഒരു മന്ത്രിസഭയിൽ ഉള്ളപ്പോൾ സാങ്കല്പികമാണ് എങ്കിൽ പോലും അങ്ങനെ ഒരു സംശയമാണ് ഡൊമിനിക് പ്രസന്റേഷൻ ഉന്നയിക്കുന്നത്. ഒന്ന്, ഞാൻ ചോദിച്ചൊരു ചോദ്യം അപ്പോഴും ബാക്കി നിൽക്കണം, താങ്കൾ അതേക്കുറിച്ച് പറഞ്ഞില്ല. സഭയ്ക്കകത്ത് മന്ത്രി മണിയെ നിങ്ങൾ പൂർണ്ണമായും 100% മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ന്യായീകരിക്കുന്നു. പാർട്ടി ഈ പരാമർശങ്ങളെല്ലാം അതല്ല ഇതെല്ലാം എന്നൊക്കെ പറയുന്ന തൽക്കാലം സൗകര്യത്തിന് വേണ്ടി നമുക്ക് മാറ്റിവെക്കാം. പക്ഷെ ഇതെല്ലാം കുഴപ്പമാണ്, നാണക്കേടാണെന്ന് പാർട്ടി പറയുന്നു. ഇത് ഒരേ വിഷയത്തിൽ ഒരേ വ്യക്തിയിൽ എങ്ങനെയാണ് ഇത്തരം ഇരട്ട നിലപാടെടുത്ത് മുന്നോട്ട് പോകാനാവുക? ശ്രീ എം എം മണി നടത്തിയിട്ടുള്ള പല പരാമർശങ്ങളുണ്ട്, പല പ്രസംഗങ്ങളുണ്ട്. അത്തരം പ്രസംഗത്തിൽ പൊതുവെ ഒരു മന്ത്രി എന്ന നിലയിൽ കാണിക്കേണ്ട ഒരു ജാഗ്രതയുണ്ട്. ആ ജാഗ്രത അദ്ദേഹം പുലർത്തണം. അപ്പോൾ അതാണ് പ്രധാനമായും
ഗവൺമെന്റിന് അല്ലെന്നുണ്ടെങ്കിൽ ഒരു മന്ത്രി എന്ന നിലയിൽ പാർട്ടിക്ക് യശസ്സിന് കളങ്കമേൽക്കുന്ന പ്രവർത്തനങ്ങൾ എന്ന് ഉദ്ദേശിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അത് അദ്ദേഹം കാത്തു സൂക്ഷിക്കേണ്ടതാണ്. എന്റെ സുഹൃത്ത് ഡൊമിനിക് പ്രസ്റ്റേഷൻ അക്കാര്യത്തിൽ യാതൊരു ആശങ്കയ്ക്കും അടിസ്ഥാനമില്ല. അദ്ദേഹത്തെ മുഖ്യമന്ത്രി പ്രത്യേകം സംരക്ഷിക്കേണ്ട കാര്യമില്ല. കാരണം തെറ്റ് കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഞങ്ങൾ തുറന്നു പറയും. കാരണം നിസ്സാരമായ തെറ്റിനാണ് ഇ പി ജയരാജൻ പോയത്. ശശീന്ദ്രൻ ഒരു സംഭവം പുറത്തു വന്നു, അത് ഒരു മന്ത്രി എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ യശസ്സിന് ചേർന്ന നടപടിയായില്ല. അദ്ദേഹത്തിന് പുറത്തു പോകേണ്ടി വന്നു. കാരണം അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് മാത്രമേ ചെയ്യാൻ പറ്റൂ. അല്ലാതെ ഡൊമിനിക്ക് കുറ്റക്കാരനല്ല, ഞാൻ കുറ്റപ്പെടുന്നില്ല. പക്ഷെങ്കില് ഒരു മന്ത്രിയുടെ ആഫീസിൽ ഒരു സ്ത്രീയെ ബലാത്സംഗം ചെയ്ത് അതിന്റെ ജനനേന്ദ്രിയം പോലും ഇടിച്ചു കളഞ്ഞിട്ട് നിങ്ങൾ ഏത് മന്ത്രിക്കെതിരെ നടപടിയെടുത്തു? ഒരു പെൺകുട്ടി പറയുകയാണ്, എന്റെ മന്ത്രിമാർ മാറി മാറി എന്നെ ഉപയോഗിച്ചു എന്നൊരു പെൺകുട്ടി പരസ്യമായി പറയുകയാണ്. നിങ്ങൾ ഏത് മന്ത്രിക്കെതിരെ നടപടിയെടുത്തു? എന്താ 2 MLA-മാർക്കെതിരെ ബലാത്സംഗത്തിന് FIR ഉണ്ടായി, എന്ത് നടപടിയെടുത്തു? നിങ്ങൾക്കിതിനെപ്പറ്റി പറയാൻ യാതൊരു ധാർമ്മികമായ അവകാശമില്ല. എന്റെ സുഹൃത്ത് ഡൊമിനിക് പ്രസ്റ്റേഷൻ നിരപരാധിയാണ്, ഞാൻ അദ്ദേഹത്തെ കുറ്റപ്പെടുത്തുന്നില്ല. പക്ഷേ ഇത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ചെറിയ കാര്യങ്ങളാണെങ്കിൽ പോലും തുറന്നു പറയും, തെറ്റുണ്ടെങ്കിൽ പറയും. അന്തസ്സുണ്ട്. രാജു അബ്രഹാം, ആ വ്യത്യാസം ഉണ്ട് എന്നതിൽ അഭിമാനിക്കുന്നുവെങ്കിൽ പാർട്ടി തന്നെ, സ്വന്തം പാർട്ടി തന്നെ തെറ്റുകാരനാണ് എന്ന് കണ്ടെത്തിയ ആളെ മറ്റ് 2 പേർക്കും ഇത്രയും പോലും ആഘാതം ഉണ്ടായിരുന്നില്ല എന്ന് സമ്മതിക്കുന്നുണ്ടല്ലോ നിങ്ങൾ തന്നെ. അങ്ങനെയാണെങ്കിൽ MM മണി രാജിവെക്കാൻ അർഹനാണ്. അദ്ദേഹത്തിന്റെ രാജി മുഖ്യമന്ത്രി എഴുതി വാങ്ങിച്ചെടുക്കണം. അത് മുഖ്യമന്ത്രി തീരുമാനം. അങ്ങനെ ഒരു അഭിപ്രായം എനിക്കില്ല. അങ്ങേക്ക് അങ്ങനെ അഭിപ്രായം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് മുഖ്യമന്ത്രിയുടെ ഒരു ഡിസ്ക്രിപ്ഷനാണ്. അത് സംബന്ധിച്ച് അത്തരത്തിലേക്കൊരു അദ്ദേഹം ഒരു മന്ത്രിസ്ഥാനത്തു നിന്ന് മാറേണ്ട ഒരു പ്രശ്നം ഉണ്ടെന്ന് തോന്നില്ല. അദ്ദേഹം കറക്റ്റ് ചെയ്യണം. അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് ഇത്തരം പരാമർശങ്ങൾ ഉണ്ടാകാൻ പാടില്ല. അദ്ദേഹം കറക്റ്റ് ചെയ്യണം. കറക്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു നടപടി എന്ന നിലയിൽ നമുക്ക് ഇതിനെ കണ്ടാൽ മതിയാവും. വിനീതമായ അഭിപ്രായം. ശ്രീമതി രാജേശ്വരി, ഇക്കാര്യത്തിൽ ഇന്നിപ്പോൾ മന്ത്രി തെറ്റുകാരനാണെന്ന് മന്ത്രിയുടെ പാർട്ടി പറഞ്ഞല്ലോ, അതിനെ നിങ്ങൾ സ്വാഗതം ചെയ്യുന്നുണ്ടോ? അതിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങളുടെ സമരം തുടരുമോ? മന്ത്രിയുടെ രാജി എന്നത് തന്നെയാണോ നിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം ഇപ്പോഴും? അല്ല, ഞാൻ പറയട്ടെ, അവർ തെറ്റെന്ന് പറഞ്ഞെങ്കിൽ ഞാനൊന്നും പുറത്തു പോവില്ല. അവർ പറഞ്ഞതുപോലെ എന്റെ പാർട്ടി തീരുമാനം എടുത്തെങ്കിൽ ഞാൻ രാജിവെക്കാം, ഞാൻ പുറത്തു പോവാന്ന് പറഞ്ഞത് അവര്. ഇപ്പൊ അവർ പാർട്ടി തീരുമാനിച്ചല്ലോ, രാജിവെക്കട്ടെ. MM മണി രാജിവെച്ചിട്ട് പുറത്തു പോട്ടെ, ഞങ്ങളുടെ മാപ്പ് ചോദിക്കട്ടെ. അവരുടെ തീരുമാനം വെറുതെ ഞങ്ങൾ പറയുന്നുണ്ട്. പക്ഷെ അവർ പറഞ്ഞത് തെറ്റോ ശരിയോന്ന് അവര് ഇന്നും ഓർത്തല്ല. ഞങ്ങൾക്ക് തെറ്റായി പോയി, നമ്മൾ തെറ്റായി, ലോകമൊന്നും അറിഞ്ഞു. പക്ഷെ അവരറിഞ്ഞില്ല ഇനി ഞാൻ തെറ്റ് ചെയ്തു എന്നുള്ളത്. അവർ നാക്ക് തൊട്ട് ഒരു വാക്ക് കൂടെ നമ്മളോട് പറഞ്ഞില്ല. അത് എന്തുകൊണ്ടാ? നമ്മൾ തെറ്റ് ചെയ്തല്ലോ. അദ്ദേഹം പറയുന്നത് നിങ്ങളെ അല്ല, നിങ്ങളെ ഒന്നും പറഞ്ഞിട്ടില്ല. ലോകമങ്ങ് പെണ്ണുങ്ങളാ. രാജേശ്വരി, അതിനെക്കുറിച്ച് ഒരു കാര്യം ഇവരെ പറയാമോ? രാജേശ്വരി, അതായത് നിങ്ങളെ ഒന്നും പറഞ്ഞിട്ടില്ല. പറയണ്ട, ഞങ്ങളെ പറഞ്ഞ് ഞാൻ കുറിച്ചല്ല, ഒരു പെണ്ണിനെ കുറിച്ച് പറഞ്ഞു. എന്തുകൊണ്ടാ പറഞ്ഞു? ഒരു പെണ്ണിനെ പോലും പേരെടുത്തും നേരിട്ടും പറഞ്ഞിട്ടില്ല എന്ന് അദ്ദേഹം ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. അദ്ദേഹം പറയുന്നതാണ് അതിനകത്ത്, ഒരു പെണ്ണിന്റെ പേരെടുത്ത് പറഞ്ഞിട്ടില്ല. അങ്ങനെ ഒന്നും പേരെടുത്ത് പറയണ്ട. ഒരു സ്ത്രീ അല്ല ഒരു സ്ത്രീയെ കുറിച്ച്, ഒരു സ്ത്രീയെ കൊണ്ട് എങ്ങനെ ഒരു വാർത്തകൾ പറഞ്ഞാൽ തെറ്റ് തന്നെ. രാജേശ്വരി, ഒരു കാര്യം ചോദിച്ചോട്ടെ? പറയാൻ ആവശ്യമില്ലല്ലോ. നിങ്ങൾ തെറ്റിദ്ധരിച്ചാണ് ഈ സമരം ചെയ്യുന്നത്, ശരിയാണോ? രാജേശ്വരി, അവർ പറഞ്ഞത് നിങ്ങൾ ശരിയാണോന്ന്? രാജേശ്വരി, നിങ്ങൾ തെറ്റിദ്ധരിച്ചാണ് സമരം ചെയ്യുന്നതെന്നുള്ള ഒരു വലിയ വിചാരം ഈ നാട്ടിലൊക്കെ പൊതുവിലുണ്ട്. നിങ്ങൾ ഒരു തെറ്റായ വാർത്ത കണ്ടു, നിങ്ങൾ തെറ്റിദ്ധരിച്ചു, നിങ്ങൾ സമരം ചെയ്യുന്നു. നിങ്ങൾ എങ്ങനെയാണ് സ്ത്രീകൾക്കെതിരായി മന്ത്രി മണി ഇക്കാര്യത്തിൽ സംസാരിച്ചു എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നത് എന്താണ് ഇക്കാര്യത്തിൽ? സ്ത്രീകൾക്ക് എതിരായി സംസാരിച്ചെന്ന് മനസ്സിലായില്ല. സ്ത്രീകൾക്കെതിരെ മന്ത്രി സംസാരിച്ചു എന്ന് നല്ല ബോധ്യം നിങ്ങൾക്കുണ്ടോ? അദ്ദേഹം പറയുന്നത് ഒരു തരത്തിലും അങ്ങനെ സ്ത്രീകൾക്കെതിരെ പറഞ്ഞിട്ടില്ല, നിങ്ങൾ തെറ്റിദ്ധരിച്ചതാണ്, നിങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചതാണ്, അങ്ങനെയാണ് സമരം നടക്കുന്നതെന്നാണ് പറഞ്ഞത്. അല്ല, തെറ്റിദ്ധരിച്ചു. എന്തുകൊണ്ട് തെറ്റിദ്ധരിച്ചു? നാട്ടുഭാഷയാ മന്ത്രി പറഞ്ഞത്. നാട്ടുഭാഷ ഏത് നാട്ടുഭാഷയാ? അത് ഏത് നാട്ടുഭാഷയെന്ന് എനിക്ക് അറിഞ്ഞില്ല.
അത് ഏത് നാട്ടുഭാഷ അങ്ങനെ പറഞ്ഞത്? ഒരു പെണ്ണുങ്ങളെ കുറിച്ച് ഒരു തെറ്റിദ്ധരിച്ച ഒരു വാക്ക് പറഞ്ഞു, അത് നാട്ടുഭാഷയാണോ? ഞങ്ങൾ സമരം ചെയ്തു. ഞങ്ങൾ ശമ്പളത്ത് കൂലിക്ക് വേണ്ടി, ബോണസിന് വേണ്ടി ഞങ്ങൾ സമരം ചെയ്ത് കിടന്നതാ. അത് എന്ത് വാർത്ത അവർ ഉച്ചരിച്ച് നിങ്ങൾ ആലോചിച്ച് നോക്കണോ? ശരി, കാട്ടിലെ പോയി കിടന്നു, ആ മാധ്യമങ്ങളോട് പോയി കിടന്നു. അത് എന്താ ആയിന്ന് എനിക്ക് അറിയില്ല. എന്തായി ഇതൊക്കെ പറയാമോ? ഒരു പെണ്ണുങ്ങളെ കുറിച്ച് അങ്ങനെ പറയാമോ? ഞങ്ങൾ കഞ്ചിയില്ലാത്ത തണ്ണിയില്ലാത്ത റോട്ടിൽ കിടന്ന് സമരം ചെയ്ത് വിജയിച്ചതാ ഈ പെണ്ണുങ്ങളെ. തീർച്ചയായും അങ്ങനെ ഒരു വാക്ക് പറയാമോ? എങ്ങനെ അവിടെ നാക്ക് വന്നോ? പക്ഷെ 4 ദിവസമായി അവർ പറഞ്ഞു, ഇതുവരെ ഒരു മാപ്പ് ചോദിച്ചില്ല. ഒരു തെറ്റ് പറയാൻ മാത്രം അവർക്ക് നാക്ക് വന്നല്ലോ. ഞാൻ താങ്കളിലേക്ക് മടങ്ങി വരാം. നമ്മുടെ അമ്മയാ, ശ്രീ എം എൻ കാരശ്ശേരി, സ്ത്രീകളാ, ഞങ്ങളുടെ ഇപ്പോൾ പറഞ്ഞ കഥയാ. ശ്രീ രാജു എബ്രഹാം, ഞാൻ നേരത്തെ താങ്കളോട് ചോദിച്ചിരുന്നു, ഒരുപക്ഷെ ഇതൊരു ആദ്യ നടപടിയായി കണ്ടുകൂടെ? തിരുത്തൽ നടപടികൾ സർക്കാരിന്റെ ഭാഗത്തു നിന്നും വരാൻ സാധ്യതയില്ലേ? അതിനർത്ഥം ഈ പാർട്ടി നടപടിയുടെ തുടർച്ചയിൽ അദ്ദേഹത്തിന്റെ രാജി സംഭവിച്ചേക്കാം എന്ന നിലയിലാണ് ആ ചോദ്യം ഉണ്ടായത്. പക്ഷെ അതിന്റെ സാധ്യതകൾ ഏറെക്കുറെ ഇല്ലാതെയാണ് കാര്യങ്ങൾ രാഷ്ട്രീയമായി നീങ്ങുന്നതെന്നാണ് ശ്രീ രാജു എബ്രഹാം പറഞ്ഞതിൽ നിന്നടക്കം മനസ്സിലാക്കേണ്ടത്. അങ്ങനെ വന്നാൽ നേരത്തെ താങ്കൾ സൂചിപ്പിച്ചത് മുഖ്യമന്ത്രിയുടെ ദുർവാശി എന്ന നിലയ്ക്കുള്ള ഒരു പ്രശ്നം കൂടിയായി നിങ്ങളൊക്കെ ഇതിനെയും കാണാൻ പോവുകയാണോ മറ്റു വിഷയങ്ങളിൽ എന്ന പോലെ? ബഹുമാനപ്പെട്ട രാജു എബ്രഹാം പറഞ്ഞൊരു കാര്യം നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. അദ്ദേഹം പറഞ്ഞത് മണിയുടെ പ്രസംഗത്തിന്റെ റിപ്പോർട്ടുമായിട്ട് ബന്ധപ്പെട്ട് നടപടി എടുക്കേണ്ടത് മാധ്യമപ്രവർത്തകരുടെ മേലാണെന്നാ. അത് എടുക്കണം, അവരെടുക്കട്ടെ. എന്താ കാരണം വിചാരിച്ചാല് AK ശശീന്ദ്രൻ രാജിവെച്ച സാഹചര്യം ഉണ്ടാക്കിയ കേസ് റിപ്പോർട്ട് ചെയ്ത മാധ്യമപ്രവർത്തകർ ഇപ്പൊ ജയിലിലാണ്. കാരണം അതിനകത്തൊരു കള്ളക്കളി നടന്നു എന്ന് എല്ലാവർക്കും ബോധ്യമായി. മാധ്യമങ്ങളും നിരീക്ഷകന്മാരും രാഷ്ട്രീയക്കാരും ഒക്കെ അതിനെ എതിർത്തു. ഈ തരത്തിൽ MM മണി പറയാത്തൊരു കാര്യം പറഞ്ഞു എന്ന് സ്ഥാപിക്കുകയാണ് ഇവിടുത്തെ മാധ്യമങ്ങൾ ചെയ്തതെന്ന് രാജു എബ്രഹാമിന് അഭിപ്രായം ഉണ്ടെങ്കിൽ അദ്ദേഹം ഇടതുമുന്നണിയിലെ വളരെ പ്രധാനപ്പെട്ട ഒരാളാണ്. അവർ നടപടിയെടുക്കട്ടെ. കാരണം പോലീസ് വകുപ്പ് മുഖ്യമന്ത്രിയുടെ കയ്യിലാണല്ലോ, അറസ്റ്റ് ചെയ്യാമല്ലോ, എന്നിട്ട് വരട്ടെ. അപ്പൊ നമുക്കറിയാമല്ലോ. കാരണം ഈ ഒരു തെറ്റും ചെയ്തിട്ടില്ലെങ്കിൽ, ഇപ്പോ പാർട്ടിയുടെ യശസ്സിനെ പറ്റി അദ്ദേഹം പറയുന്നു. അതായത് MM മണിയുടെ മാതിരി ഇങ്ങനെ യാതൊരു തരത്തിലും ആലോചന ഇല്ലാതെ സംസാരിക്കുന്ന ഒരാളാണ് അദ്ദേഹം, എല്ലാവർക്കും അറിയാം. അപ്പോ അതിന്റെ വലിയ തെളിവാണ് ആ 1, 2, 3 പ്രസംഗം. നമ്മളത് മറന്നു പോകാൻ പറ്റില്ല. അത് കഴിഞ്ഞിട്ട് ഇപ്പോ അനവധി മഹിജയുടെ കാര്യത്തിലാണെങ്കിലും മറ്റു അനവധി കാര്യങ്ങൾ ഞാനൊന്നും ഇപ്പോ ശരി, അതല്ല, ഇനി എന്താന്നുള്ളതാണ് ചോദ്യം. ഇനി എന്താ സംഭവിക്കാൻ പോകുന്നു എന്നുള്ളതാണ്. വളരെ അധികം ഒരു അതെ അല്ല ഞാൻ അല്ല ശരത്, ഒരു മിനിറ്റ്. അപ്പൊ അദ്ദേഹം കൊലക്കേസിൽ പ്രതിയായിരിക്കെ മന്ത്രിയായിരിക്കുന്ന ഒരാളാണ് അദ്ദേഹം. അപ്പോ അത് പാർട്ടിക്ക് വലിയ യശസ്സാണെന്ന് ഈ പാർട്ടി വിചാരിക്കുന്നുണ്ട്. ഇപ്പോ അദ്ദേഹം ഖേദപ്രകടനം നടത്തിയത് പിൻവലിക്കാവുന്ന സ്ഥിതിയായി. അദ്ദേഹം പറഞ്ഞു, ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചിരുന്നില്ല, അത് റിപ്പോർട്ട് ചെയ്തപ്പോൾ പറ്റിയതാണ്, അവർ വ്യാഖ്യാനിച്ചതാണ്, സ്ഥിരമായ വാചകം വളച്ചൊടിച്ചാണ്, അങ്ങനെ ആർക്കെങ്കിലും വിഷമുണ്ടെങ്കിൽ എനിക്ക് ഖേദമുണ്ട് എന്ന് പറഞ്ഞ ഖേദപ്രകടനം പോലും പിൻവലിക്കാവുന്ന സ്ഥിതിയാണ് എന്നാണ് ബഹുമാനപ്പെട്ട രാജു എബ്രഹാമിന്റെ പ്രസ്താവനയോട് ഇപ്പോൾ മനസ്സിലാവുന്നത്. പ്രൈം ഡിബേറ്റ് തുടരുകയാണ്. ശ്രീ ഡൊമിനിക് പ്രസന്റേഷൻ, ഇപ്പോൾ ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് മണിയുടെ രാജിക്കായി നടക്കുന്ന എല്ലാ സമരങ്ങളും UDF ഏറ്റെടുത്തതായി ഉമ്മൻചാണ്ടി തന്നെ പ്രഖ്യാപിച്ചു. അതേ ദിവസം അതേ മൂന്നാറിൽ, ഉമ്മൻചാണ്ടി നിന്ന മൂന്നാറിൽ KPCC വൈസ് പ്രസിഡന്റ് കൂടിയായ AK മണി പറഞ്ഞത് മൂന്നാറിൽ പൊമ്പിള ഒരുമയുടെ ഒരു വിഭാഗം നടത്തുന്ന സമരത്തോടൊന്നും അവർക്കൊരു യോജിപ്പുമില്ല, മണിയോടൊന്നും അങ്ങനെ നടത്തുന്ന ഈ സമരത്തോടൊന്നും എതിർപ്പ് പരസ്യമാക്കാൻ കഴിയുന്ന ഒരു പ്രാദേശിക സമീപനം മൂന്നാറിൽ നിങ്ങളുടെ പാർട്ടിയിലും ഒരു ഭാഗത്ത് നിൽക്കുകയാണ്. ഇതാണ് അതിൻ്റെ ഒരു സാഹചര്യം. ഇതിൽ CPM ശിക്ഷിക്കുന്നു മണിയെ, പക്ഷേ മന്ത്രിയായി അദ്ദേഹം തുടരും. നിങ്ങളുടെ സമരം വിജയം കാണാനുള്ള സാധ്യതയും മങ്ങുകയാണോ? ഞാൻ ഇതിന് റിപ്ലൈ പറയുന്ന 1 മിനിറ്റ് എനിക്ക് ആ ശ്രീ രാജീവൻ പറഞ്ഞ കാര്യം ഒരു കാര്യം എനിക്ക് മനസ്സിലായി. കഴിഞ്ഞ 2 ദിവസമായി രാജീവ് ഇബ്രാഹിം ഞാൻ ചാനലിൽ കാണുന്നുണ്ട്. ഇത് കോൺഗ്രസിന് എന്താണ് അർഹത എന്ന് അദ്ദേഹം ചോദിക്കുന്നത്. അതിന് അദ്ദേഹം പറഞ്ഞത് എന്താ, ഞങ്ങളുടെ ഒരു മന്ത്രിയുടെ ഓഫീസിലല്ല, നിലമ്പൂരിലെ കോൺഗ്രസ് ഓഫീസിൽ ഒരു സ്ത്രീ കൊല്ലപ്പെട്ടു. ആ കേസ് ഞങ്ങൾ അന്ന് അന്വേഷിച്ചു. അതിൽ മന്ത്രിയുടെ സ്റ്റാഫിൽപ്പെട്ട ഒരു പാർട്ടിക്കാരൻ പ്രതിയാണ്. ആ കേസ് ട്രയൽ നടക്കുകയാണ്.
രാജ്യം മറന്നുപോരുത്. നിങ്ങളുടെ എറണാകുളം ജില്ലാ പാർട്ടി ഓഫീസിൽ പാർട്ടി സെക്രട്ടറിയുടെ അവിഹിത വീഴ്ച നിങ്ങളുടെ ആൾക്കാരെ ഒളിക്യാമറ വെച്ച പാർട്ടിയാണ്. ഞാൻ അത്രേ പറയുന്നുള്ളൂ. നിങ്ങൾ ചോദിച്ച ചോദ്യത്തിലേക്ക് ഞാൻ വരാം. ഇവിടെ മൂന്നാറിലുള്ള പ്രശ്നം, ഈ പെമ്പിളെ ഒരുമ എന്ന പ്രസ്ഥാനം അവർ നടത്തിയൊരു സമരമുണ്ട്. ആ സമരം നടത്തിയത് അവർ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെ ട്രേഡ് യൂണിയൻ നേതാക്കൾക്കെതിരായിരുന്നു. INTC-ക്കെതിരായി, CIT-ക്കെതിരായി, അവിടുത്തെ തൊഴിലാളി നേതാക്കന്മാർക്കെതിരായി നടത്തിയ ഒരു വലിയ സമരമായിരുന്നു. ആ സമരത്തോട് INTC അടക്കം CIT അടക്കം എല്ലാവരും എതിരായിരുന്നു. അതല്ലേ യാഥാർത്ഥ്യം. അപ്പം സ്വാഭാവികമായിട്ടും അതിൽ വിഷമമുള്ള ഒരാളാണ് ഞങ്ങളുടെ AK മണിയും. അപ്പൊ AK മണിയുടെ അഭിപ്രായമല്ല UDF-ന്റെ അഭിപ്രായം. UDF ഞങ്ങൾ തീരുമാനം എടുത്തു. ഞങ്ങൾ ഈ പെമ്പിളെ ഒരുമ എന്ന് പറയുന്ന ആ മഹിളാ സംഘം അവരെ അപമാനിച്ച്, അവരെ സ്ത്രീത്വത്തെ അപമാനിച്ചതിന് അവർ നടത്തുന്ന സമരം ഞങ്ങൾ ഏറ്റെടുത്തിരിക്കുകയാണ്. രാജ്യമൊക്കെ രണ്ടാമത്തെ കാര്യം. ഒരു സംശയം ഞങ്ങൾക്കില്ല, ഈ സമരം ഞങ്ങൾ മുന്നോട്ട് പോകും. കേരളമൊട്ടാകെ ഞങ്ങൾ CPM-നെ എക്സ്പോസ് ചെയ്യുകയാണ്. ഞങ്ങളുടെ ലക്ഷ്യം അതാണ്. എങ്ങനെ അവർ ജയിച്ചു വന്നത് ഇലക്ഷനിൽ? ജിഷ വധം കാണിച്ചല്ലേ ജയിച്ചു വന്നത്. അപ്പൊ അങ്ങനെ സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടി നാട് മുഴുവൻ നടന്ന് UDF-നെ അറ്റാക്ക് ചെയ്ത് പ്രതിക്കൂട്ടിലാക്കി ജയിച്ചു വന്നവരാണ്. ഇന്ന് മണിയെപ്പോലുള്ളൊരു എത്ര പ്രാവശ്യമായി? ഇപ്പോഴല്ല തുടങ്ങിയത്. പ്രതിപക്ഷത്തെ അദ്ദേഹം ചെയ്തു. MLA മുമ്പുള്ള അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങൾ, ജിഷയുടെ അമ്മയെ മറ്റേ മഹിതയെ കുറിച്ച് അദ്ദേഹം പറഞ്ഞു, ഇപ്പോഴിതും പറഞ്ഞു. എന്നിട്ടും അദ്ദേഹത്തെ വെള്ളപൂശുവാണോ? അതുകൊണ്ട് ഒരു സംശയങ്ങൾക്കില്ല. ഞങ്ങളിത് ഏതറ്റം വരെയും പോവും. CPM-ലെ മഹിളാ നേതാക്കൾ പറയട്ടെ. അവരൊക്കെ പ്രസ്ഥാനം ഇറക്കി, TNC പ്രസ്ഥാനം ഇറക്കി. മേഴ്സിക്കുട്ടിയമ്മ പറഞ്ഞു, ശ്രീമതി ടീച്ചർ പറഞ്ഞു, അതെല്ലാം ശരിവെച്ചല്ലോ. അതുകൊണ്ട് അതെല്ലാം ശരിവെച്ചു. ആ നിലയിൽ MM മണിയുടെ പൊതുപരാമർശങ്ങൾ തെറ്റാണെന്ന് CPM വിലയിരുത്തി കഴിഞ്ഞു. അതുകൊണ്ട് ആ വനിതാ നേതാക്കൾക്കൊന്നും ഒരു ദുഃഖവും അല്ലെങ്കിൽ തോന്നേണ്ടതില്ല. അവർ പറഞ്ഞത് പാർട്ടി ശരിവെച്ചല്ലോ. അതുകൊണ്ട് കാര്യമില്ല. മന്ത്രിസ്ഥാനത്ത് പോകണ്ടേ? അതാണ് അതിലെ യഥാർത്ഥ പ്രശ്നം. അദ്ദേഹം, ഞാൻ പറഞ്ഞ ആദ്യത്തെ പോയിന്റ് രാജു അബ്രഹാം മറുപടി പറഞ്ഞല്ലോ. ശ്രീ രാജു അബ്രഹാം, ഇതിലെ കാര്യം അതാണ്. കേസെടുക്കുകയല്ലേ ഇപ്പൊ വനിതാ കമ്മീഷൻ സ്ത്രീ വിരുദ്ധതയ്ക്ക്. അപ്പോ CPM എടുത്ത ഈ നടപടി കൊണ്ട് മാത്രം കാര്യം അവസാനിക്കുന്നില്ല, അതുകൊണ്ട് മാത്രം കാര്യവുമില്ല. ഇപ്പോൾ അങ്ങനെ ഒരു തെറ്റ് കണ്ടതുകൊണ്ടാണല്ലോ CPM നടപടിയെടുത്തത്. അതേ തെറ്റ് മണിയിൽ പാർട്ടിക്കപ്പുറത്തുള്ള കേരളത്തിന്റെ പൊതുസമൂഹത്തിന് തോന്നുക സ്വാഭാവികമാണ്. പാർട്ടിക്ക് തോന്നുന്ന ആ പ്രശ്നം അതിലും വലിയ അളവിൽ അവർക്ക് തോന്നാം. അപ്പോൾ അങ്ങനെ അതും ആ ആൾ മന്ത്രിയായി ഇരിക്കുന്നു. പക്ഷേ മന്ത്രിയായി ഇരുന്നു കൊണ്ട് ചെയ്യുന്ന ആ ഒരു തെറ്റിന് ശിക്ഷ വിധിക്കേണ്ടത് CPM മാത്രമാണ് എന്ന നിലയിൽ CPM രാഷ്ട്രീയമായ ഒരു നിലപാടെടുക്കുന്നത് എങ്ങനെയാണ് രാജു അബ്രഹാം ജനാധിപത്യപരമായി വിശദീകരിക്കാനാവുക? പാർട്ടി തെറ്റ് കണ്ടെത്തി ശിക്ഷിച്ചാൽ അതിന്റെ പാർട്ടിയുടെ ഭാഗമായി നിൽക്കുന്ന പദവികളിൽ നിന്ന് വരെ അദ്ദേഹം ഒഴിഞ്ഞു നിൽക്കണ്ടേ? ആ തെറ്റുകൂടി ഏറ്റെടുക്കണ്ടേ? അതല്ലേ അതിന്റെ ഒരു യഥാർത്ഥ രാഷ്ട്രീയം, ജനാധിപത്യം? അതിനെ എന്തുകൊണ്ടാണ് CPM തടയിടുന്നത്? ശരത്ത്, ഈ ആദ്യം TV വാർത്ത വന്നപ്പോ ഞാനും തെറ്റിദ്ധരിക്കപ്പെട്ട ആളാണ്, അങ്ങേ പോലെ അല്ലെ ഞങ്ങളുടെ നേതാക്കന്മാരെ പോലെ. പിന്നീടാണല്ലോ കാര്യങ്ങൾ മാറി മറിയുന്നത്. എനിക്ക് തോന്നുന്ന പ്രസംഗത്തിന്റെ ഒരു ഫുൾ ടെസ്റ്റ് ആ സമരം ഇരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരിമാർ കണ്ടാൽ എനിക്ക് തോന്നുന്നു ആ സമരം ഇപ്പൊ അവസാനിപ്പിക്കാന്നാണ് എന്റെ വിശ്വാസം. രാജു അബ്രഹാം, അതിന്റെ ആവശ്യമില്ല. ഞാൻ ആവർത്തിച്ചു പറയുന്നു, അതിന്റെ ആവശ്യമില്ല. കാരണം CPM ഒരു നിലപാടെടുത്ത് തെറ്റ് ചെയ്തു എന്ന് പറഞ്ഞു. അതിപ്പോൾ താങ്കൾ പറഞ്ഞല്ലോ, വാദത്തിന് വേണ്ടി ഈ കാര്യത്തിലല്ല എന്ന് പറഞ്ഞാലും മന്ത്രി മണി തെറ്റ് ചെയ്തു രാഷ്ട്രീയമായി എന്ന് കണ്ടെത്തിയാൽ അതിന്റെ ഭരണപരമായ തെറ്റ് ഏറ്റെടുക്കാൻ മന്ത്രി മണി ബാധ്യസ്ഥനാവണ്ടേ? മുഖ്യമന്ത്രി അതിന് തയ്യാറെടുക്കണ്ടേ? പോട്ടെ, താങ്കൾ പറഞ്ഞാൽ ഇതല്ല വിഷയം, അതങ്ങ് വാദത്തിന് വേണ്ടി സമ്മതിക്കാം. എന്തിലും ആവട്ടെ, മണി തെറ്റുകാരനാണെന്ന് രാഷ്ട്രീയമായി കണ്ടാൽ പിന്നെ എങ്ങനെ മന്ത്രിയായി തുടരും? അല്ല, മണി ഒരു തെറ്റുകാരൻ എന്ന നിലയിലല്ലല്ലോ. അദ്ദേഹത്തിന്റെ പൊതുപ്രസ്താവനകൾ സ്ഥലത്തെ ക്ലിയറാണ്. അദ്ദേഹത്തിന്റെ പല പ്രസംഗങ്ങളും ഉണ്ട്. ആ പല പ്രസംഗങ്ങളിൽ ഉണ്ടാവുന്ന അതാണ് അതുകൊണ്ട് രാജു അബ്രഹാം, ആ പൊതുപ്രസ്താവനകൾ കൊണ്ട്, ഇല്ലെങ്കിൽ ഞാൻ കാരശ്ശേരി മാഷിനെ കൊണ്ട് ക്ലാസ് എടുപ്പിക്കും. ശ്രീ രാജു അബ്രഹാം, ഞാൻ കാരശ്ശേരി മാഷിനെ കൊണ്ട് ക്ലാസ് എടുപ്പിക്കും. ഈ പൊതുപ്രസ്താവനകൾ കൊണ്ട് ഉണ്ടായ ദോഷം എന്താണ്? സ്ഥലത്തെ പൊതുപ്രസ്താവനകൾ കൊണ്ട് സ്വാഭാവികമായിട്ടും പാർട്ടിയുടെ യശസ്സിന് പ്രതിച്ഛായയ്ക്ക് മങ്ങലുണ്ടായി എന്ന് പാർട്ടി തന്നെ പറഞ്ഞിട്ടുണ്ട്. അതാണപ്പോൾ അതല്ലേ ശുദ്ധമായ മലയാളത്തിൽ മണി ചെയ്ത തെറ്റ്? അതല്ലേ ശുദ്ധമായ മലയാളത്തിൽ മണി ചെയ്ത തെറ്റ് പാർട്ടിയോട്? അതുകൊണ്ടാണല്ലോ പാർട്ടിയിലെ ഏറ്റവും താഴെയുള്ള ശിക്ഷയല്ലാത്ത ഭേദപ്പെട്ട പരസ്യശാസന വന്നത്. തെറ്റിനുള്ള ശിക്ഷയാണോ രാജു അബ്രഹാം പരസ്യശാസന? അതൊരു ശിക്ഷാ നടപടിയാണോ CPM-ൽ?
അല്ല, ഈ ഇപ്പറഞ്ഞ അല്ലെന്നാണ് പറയുന്നത്. നമ്മൾ ചർച്ച ചെയ്യുന്ന ഒടുവിലത്തെ പ്രസംഗവുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ഞാൻ CPM പറയുന്നത് വിശ്വസിക്കുന്നു. CPM പറയുന്നു മണിക്ക് തെറ്റുപറ്റി. മണി തെറ്റ് ചെയ്തതിന്റെ അടിസ്ഥാനത്തിലല്ലേ ശിക്ഷിച്ചത്. അങ്ങനെ ശിക്ഷിച്ചു എന്ന് CPM പറയുമ്പോൾ ഈ പൊതുസമൂഹത്തിനും അതിനനുസരിച്ച് മണി മന്ത്രിസഭയിൽ തുടരുന്നത് തെറ്റല്ല, ആ തരത്തിലുള്ള ഒരു ശിക്ഷ കൂടി ഏറ്റുവാങ്ങണമെന്നും പറയാനോ ചോദിക്കാനോ ബാധ്യതയും ജനാധിപത്യപരമായ അവകാശവും കേരളത്തിന്റെ പൊതുസമൂഹത്തിനില്ലേ? അതിനു മുമ്പിൽ CPM എന്തുകൊണ്ട് കണ്ണടയ്ക്കുന്നു? അല്ല, അദ്ദേഹത്തിന് ഒരു മന്ത്രി നിലയിൽ ജാഗ്രത കുറവുണ്ടായി എന്നുള്ളതാണ് പ്രശ്നം. അതിനർത്ഥം അവിടെ ഇരിക്കാൻ യോഗ്യനല്ലെന്നാണ് സർ. അതിനർത്ഥം അദ്ദേഹം അർഹനല്ല. ഒരിക്കലുമല്ല അർഹനല്ലെന്നുണ്ടെങ്കിൽ CPM ആണല്ലോ. CPM എപ്പോഴേ നടപടിയെടുക്കും, അല്ലെങ്കിൽ CPM ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അവിടേക്കൊരു പ്രശ്നം വരുന്നില്ല, അതാണ് പ്രശ്നം. അല്ലാതെ മഹിളാ കമ്മീഷൻ അംഗം ജോമനിക്ക് സൂചിപ്പിച്ചല്ലോ, കോൺഗ്രസ് വെച്ച് മഹിളാ കമ്മീഷൻ അംഗം വന്നിട്ട് ഒരു കേസ് എടുക്കണം എന്ന് പറഞ്ഞു. അത് വലിയൊരു പ്രധാനപ്പെട്ട കാര്യമാണോ? കേസുകൾ ധാരാളം വരും, അതവിടെ വരട്ടെ, ട്രയൽ നടക്കട്ടെ, അതിന്റെ ശിക്ഷ വരട്ടെ. അദ്ദേഹത്തിന്റെ കാര്യത്തിൽ ഈ കേസ് ഒന്നും ആവില്ല. തീർച്ചയായും നേരത്തെ ഈ ചർച്ചയിൽ വന്ന പോലെ ഒരു കൊലക്കേസുമായി ബന്ധപ്പെട്ട് വിചാരണാ ഘട്ടത്തിൽ നിൽക്കുന്നയാളെന്നുള്ള നിലയിൽ അദ്ദേഹത്തിന്റെ മുമ്പിൽ ഇതൊരു കേസ് പോലുമായി തോന്നണമെന്നില്ല. ഇവിടെ ശ്രീ MN കാരശ്ശേരി, ഒരു കാര്യം വ്യക്തമാണ്, ആ നാട്ടുഭാഷ, ഗ്രാമ്യ ഭാഷ സർക്കാരിന് മുതൽക്കൂട്ട് തന്നെയാണ്. ഒരു ജാഗ്രത കുറവേ ഉള്ളൂ, അതുകൊണ്ട് ആ നാട്ടുഭാഷ ഈ സർക്കാരിൽ തുടരേണ്ടതാണ്. പക്ഷെ പാർട്ടിക്ക് ആ നാട്ടുഭാഷ വേണ്ട, അത് തിരുത്തിയേ പറ്റൂ. ഇതാണ് അതിന്റെ രണ്ട് തലം. ഇനി EP ജയരാജന്റെ കേസെടുക്കാം. അന്നും ഈ സ്വജനപക്ഷപാതം ഉയർന്നു വന്ന ഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ വിമർശന വിധേയമായത് മാധ്യമങ്ങളാണ്. മാധ്യമങ്ങൾ ആവശ്യമില്ലാതെ കുത്തിപ്പൊക്കുന്നു എന്ന് പറഞ്ഞ് എത്രയോ നിരീക്ഷണങ്ങൾ നേരിട്ടും അല്ലാതെയും ചർച്ചകളിലൂടെയും അല്ലാതെയും ഒക്കെ കേട്ടിട്ടുണ്ട്. ഇതൊക്കെയാണോ ഇത്ര വലിയ നിലയ്ക്കുള്ള ഒരു സ്വജനപക്ഷപാതം എന്ന് ചോദിക്കാൻ ഒരു മടിയും ഉണ്ടായിരുന്നില്ല. പക്ഷെ അതെവിടം വരെ എത്തി എന്ന് നമ്മൾ കണ്ടതാണ്. സമാനമായ നിലയിൽ MM മണിയുടെ കേസ് വരുമ്പോഴും മാധ്യമങ്ങൾക്കുമേൽ പഴിചാരുന്നുണ്ട്. അത് ആ അവകാശത്തെയും ആ വിമർശനത്തെയും കുറച്ച് കാണേണ്ടതുമില്ല. പക്ഷേ EP കേസ് പോലെ തന്നെ MM മണി കേസും ഒരു രാജി അനിവാര്യമായ ഘട്ടത്തിലേക്കാണോ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്? മുഖ്യമന്ത്രിയിൽ അതിനനുസരിച്ചുള്ളൊരു മാറ്റം, പാർട്ടി എടുത്ത തീരുമാനത്തിനനുസരിച്ചുള്ളൊരു മാറ്റം ശ്രീ MN കാരശ്ശേരി പ്രതീക്ഷിക്കുന്നുണ്ടോ? അതോ താങ്കൾ എഴുതിയ പോലെ ബഷീറിയൻ ഭാഷയിൽ പറഞ്ഞാൽ ഒരു ലൈനസ് അഥവാ ലൈസൻസ് അത് മുഖ്യമന്ത്രി ഇനിയും MM മണിക്ക് തുടർന്നും അനുവദിച്ചു കൊടുക്കുമോ ഈ നാട്ടുഭാഷയുമായി മുന്നോട്ട് പോകാൻ? അല്ല, ഒന്ന് MM മണി ഇവിടുത്തെ സ്ത്രീകളെ അവമാനിച്ചു, റവന്യൂ ഉദ്യോഗസ്ഥന്മാരെ അവമാനിച്ചു, മാധ്യമ പ്രവർത്തകരെ അവമാനിച്ചു. ഇപ്പോ മുഖ്യമന്ത്രിയും പാർട്ടിയും കൂടി ഈ നാട്ടുഭാഷയെ അവമാനിക്കരുത്. ഞാനൊരു നാട്ടുമ്പുറത്തുകാരനാണ്. നാട്ടുമ്പുറത്തുകാരൊക്കെ ഇങ്ങനെ ആളെ മെക്കിട്ട് കയറുന്ന ആളുകളാണ് എന്ന മട്ടിൽ സംസാരിക്കുന്നത് കൂടുതൽ ആളുകളെ അവമാനിക്കുന്ന, കൂടുതൽ ജനങ്ങളെ അവമാനിക്കുന്ന, നമ്മുടെ ഭാഷയെ തന്നെ നിന്ദിക്കുന്ന ഒരു ഏർപ്പാടാണ്. ഇതിപ്പോ ഒരു തെറ്റു പറ്റിയാൽ അത് ആലോചനക്കുറവ് കൊണ്ടോ അല്ലെങ്കിൽ നാക്ക് പഴിച്ചിട്ടോ അങ്ങനെ പറ്റി അത് മാപ്പാക്കണം എന്നൊരു വാക്ക് പറഞ്ഞ് എന്താ കുറഞ്ഞു പോവുക? ജനങ്ങളാണ് മേലെ, സംസ്കാരമാണ് മേലെ, ഭാഷയാണ് മേലെ എന്ന് വിചാരിക്കുന്നതല്ലേ വലുപ്പം. ഇപ്പൊ ഇദ്ദേഹം ഒരു ഖേദപ്രകടനം നടത്തിയ പോലും പിൻവലിപ്പിക്കുന്ന രീതിയിലാണ് ഇപ്പൊ നാട്ടുഭാഷ. നമ്മളൊക്കെ നാട്ടുഭാഷയല്ലേ ഉപയോഗിക്കുന്നത്, നമ്മളാരും തെറി പറയുന്നുണ്ടോ? എന്തൊക്കെയാണ് ഈ പറയുന്നത്? ഇത് വാമൊഴി വഴക്കം എന്നാണ് നേരത്തെ ഇവരുടെ ഒരു ന്യായീകരണ തൊഴിലാളി പറഞ്ഞത്. അപ്പൊ വാമൊഴി എന്ന് പറഞ്ഞ എങ്ങനെ ആളെ തെറി പറയലാണോ? അപ്പൊ ഈ ആളെ തെറി പറയുന്ന 4-5 നേതാക്കന്മാർ ഇവർക്കുണ്ട്, മറ്റു പാർട്ടിയിലുണ്ട് കേട്ടോ. ഞാൻ മറ്റു പാർട്ടിക്കാരൊക്കെ തെറി പറയാത്തവരാന്ന് പറയുന്നില്ല. അപ്പൊ ഈ തെറി പറയുന്നത് തന്നെ ജനാധിപത്യത്തിന്റെ സംസ്കാരമില്ലാത്തതുകൊണ്ടാണ്. അങ്ങനെ പറയാൻ തങ്ങൾക്കെന്തോ അവകാശമുണ്ട്, അല്ലെങ്കിൽ അപ്പുറത്തുള്ളവനെന്ന് ബഹുമാനിക്കാൻ ഞാൻ ബാധ്യസ്ഥനല്ല, അല്ലെങ്കിൽ അങ്ങനെ അന്തസ്സുള്ള ഒരു ഭാഷ ഉപയോഗിക്കാൻ എനിക്ക് സൗകര്യമില്ല എന്ന് പറഞ്ഞ ഈ അപകർഷബോധമുള്ള ആളുകളാണ് അന്തസ് കെട്ട ഭാഷ ഉപയോഗിച്ച് മറ്റുള്ളവരെ നിന്ദിക്കുന്നത്. അപ്പോ മണി അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങളിൽ ഉടനീളം അന്തസ് കെട്ട ഭാഷയാണ് ഉപയോഗിച്ചത് എന്ന് പാർട്ടിക്കാർക്കറിയാം, നാട്ടുകാർക്കറിയാം. ഇപ്പൊ മന്ത്രി ആയതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കുന്നു. അപ്പൊ ഈ പാർട്ടി CPM നടത്തുന്ന ഒരു വലിയ പ്രശ്നം, മന്ത്രി ഇങ്ങനെ പറയാൻ പാടില്ല, മന്ത്രി ഇങ്ങനെ പറയാൻ പാടില്ല എന്നല്ല, MLA ഇങ്ങനെ പറയാൻ പാടില്ല, പാർട്ടി നേതാവും പറയാൻ പാടില്ല, ആരും പറയാൻ പാടില്ല. എന്തിനാ ഇങ്ങനെ വർത്തമാനം പറയുന്നത്? നമുക്ക് പറയാനുള്ളത് പറഞ്ഞു തീർക്കാം, തർക്കിക്കാം, ചർച്ച ചെയ്യാം, സംവാദമാവാം, വിവാദമാവാം, ഒക്കെ ആവാം. നേരെ മറിച്ച് ഏതെങ്കിലും ഒരു കൂട്ടരെ നിന്ന് ഇപ്പൊ
ജില്ലാ കലക്ടറെയും സബ് കളക്ടർക്ക് എന്തൊരു തെറിയാണ് ഇദ്ദേഹം പറഞ്ഞത്. ഇതിനു മുമ്പ് ഇങ്ങനെ എത്രയോ ഉദ്യോഗസ്ഥന്മാരെ തെറി പറഞ്ഞിട്ടില്ലേ? അപ്പൊ ഇതൊക്കെയാണ് പാർട്ടിക്ക് യശസ് എന്ന് വിചാരിക്കുകയാണെങ്കിൽ ആ പാർട്ടിക്ക് യശസ്സില്ല എന്ന് ഞങ്ങൾ നാട്ടുകാർ തീരുമാനിക്കും. ഞങ്ങളുടെ നാട്ടുഭാഷയെ പറ്റി ഇങ്ങനെ കുതിര കയറരുത് എന്നാണ് എനിക്കൊരു അപേക്ഷയുള്ളത്. ഞാൻ താങ്കളിലേക്ക് മടങ്ങി വരാം. രാജേശ്വരി, ഇപ്പോൾ എം മണിയായാലും സർക്കാരായാലും പറയുന്നത് അവിടെ നടക്കുന്ന സമരത്തിനൊന്നും ഒരു ജനപിന്തുണയില്ല, നിങ്ങളുടെ കൂടെ സ്ത്രീകളും ഒന്നുമില്ല, ആകെ 3-4 ആളുകളാണ് സമരം ചെയ്യുന്നത് അത് എന്ന് പറയുന്ന. അതുകൊണ്ട് തന്നെ മന്ത്രി മണിയെയോ സർക്കാരിനെയോ ഒന്നും മൂന്നാറിലൊന്നും ആരും തള്ളി പറഞ്ഞിട്ടൊന്നുമില്ല. നിങ്ങൾ 4 പേരവിടെ സമരം ചെയ്താലും. ഇതാണ് നിങ്ങളുടെ സമരത്തെക്കുറിച്ചുള്ള സർക്കാരിന്റെ ഒരു കാഴ്ചപ്പാട്. പറയട്ടെ സാറേ, ഞങ്ങൾ പണിക്ക് പോകുന്നത് ഇപ്പോൾ സീസൺ ടൈമാണ്. അതുകൊണ്ട് ഞങ്ങളുടെ ആൾക്കാരെ എല്ലാവരും കൂടി വിളിച്ച് പറഞ്ഞു, നിങ്ങൾ പണി ചെയ്യേ, നമ്മൾ കൂലി ചെയ്താലേ നമുക്ക് ശമ്പളം കിട്ടുള്ളൂ. ഇപ്പം സീസൺ ഇത് 1 മാസത്തിൽ അവർ കൊണ്ടു വെട്ടിനാലേ മാത്രം അവർക്ക് ശമ്പളം ഏതെങ്കിലും കിട്ടും. അതുകൊണ്ട് ഞങ്ങൾ എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ജോലി ചെയ്യും, കമ്പനി നമുക്ക് നശിപ്പിച്ചാൽ നമ്മൾ എന്ത് മുന്നോട്ട് വരും? കമ്പനി നല്ല ഇരിക്കണം, നമ്മളും നല്ല ഇരിക്കണം. അതുകൊണ്ടാണ് നിങ്ങൾ പണി ചെയ്യും. ഞങ്ങൾ പോയി നിങ്ങൾക്ക് വേണ്ടി, പെണ്ണുങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ എവിടെ കിടക്കാൻ ഞങ്ങൾ പറഞ്ഞതാ, അവർ ജോലി ചെയ്യാൻ പറഞ്ഞതാ. പക്ഷെ ഞങ്ങളുടെ ആളില്ലെന്ന് ഒന്നും ഓർക്കരുത്. അപ്പം ഞാൻ നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കട്ടെ, നമ്മുടെ 2000 പേര് ഇരുന്നെങ്കിൽ മാത്രം അവർ മാപ്പ് ചോദിച്ച് രാജിവെക്കുവോ? എന്റെ ചോദ്യം അതുവാ. 4 പേരൊക്കെ കുറ്റം ചെയ്ത് മാപ്പ് ചോദിക്കില്ല, രാജിവെക്കില്ല. പക്ഷെ 2000 പേര് ഞാൻ വിളിച്ചോണ്ട് വന്നോട്ടെ, പിന്നെ അവർ മാപ്പ് ചോദിച്ച് രാജിവെക്കുവോ? ചോദ്യം ശ്രീ രാജു അബ്രഹാമിനോടാണ്. അവിടെ ചോദ്യം ശ്രീ രാജു അബ്രഹാം, കുറ്റം തന്നെ, ഒരാളിലെ പറഞ്ഞാലും കുറ്റം തന്നെ. 1000 പേര് അവർ സ്ത്രീകളെ കൂട്ടി വരട്ടെ, വന്നാൽ ശക്തി തെളിയിച്ചാൽ രാജിവെക്കുമോ? നമുക്ക് രാജിവെക്കണം, ഞങ്ങൾ രാജിവെക്കണം. അവർ പറഞ്ഞ് തെറ്റ രാജിവെക്കണം ഞങ്ങളുടെ. ആദ്യം മൂന്നാറിലെ ജനങ്ങൾ ഇത് ഏറ്റെടുക്കട്ടെ, ആദ്യം മൂന്നാറിലെ തൊഴിലാളികൾ ഇത് ഏറ്റെടുക്കട്ടെ, ആദ്യം മൂന്നാറിലെ രാഷ്ട്രീയ പാർട്ടികൾ ഏറ്റെടുക്കട്ടെ, ആദ്യം മൂന്നാറിലെ പൊതുസമൂഹം ഏറ്റെടുക്കട്ടെ. നാട്ടുകാർക്ക് വേണ്ടാത്ത ഒരു മുദ്രാവാക്യം, ഒരു സമരം ആരുടെ തിരക്കഥ അനുസരിച്ചാണ്? രാജേശ്വരി, നിങ്ങളുടെ സമരം ആർക്കും വേണ്ടാത്ത സമരമാണെന്നാണ് പറയുന്നത്. മാറ്റി നിർത്ത്. കോൺഗ്രസ് പാർട്ടി അനുകൂലിക്കുന്നുണ്ടോ? യാര് പറഞ്ഞോ? പറഞ്ഞതാരാ? ആര് പറഞ്ഞോ? മക്കൾ വേണ്ടാന്ന് പറഞ്ഞോ? പാവപ്പെട്ട തൊഴിലാളികൾ വേണ്ടാന്ന് പറഞ്ഞോ? നാട്ടുകാരൊക്കെ വേണ്ടാന്ന് പറഞ്ഞോ? ഒരിക്കലും പറഞ്ഞല്ല. പക്ഷെ നിങ്ങൾ പറഞ്ഞത് തെറ്റാ, അത് ഒരിക്കലും പറയില്ല. ആൾക്കാരെ വിളിച്ചു പറഞ്ഞത് വരേണ്ട, നിങ്ങളെ കുറിച്ച് ഞങ്ങൾ സമരം ചെയ്യാം, പെണ്ണുങ്ങളെ കുറിച്ച് പറഞ്ഞത് കൊണ്ട് നിങ്ങൾ ആരും ജോലി കളയണ്ട പറഞ്ഞ ഞങ്ങളാ. നിങ്ങൾ അങ്ങനെ ഒന്നും ഓർക്കണ്ട. രാജേശ്വരി, ജോലി കഴിഞ്ഞാലും സമരത്തിനൊപ്പം പെണ്ണുങ്ങളുണ്ടെങ്കിൽ സ്ത്രീകളുണ്ടെങ്കിൽ അവർ ആ അവിടെ എത്തും. പക്ഷെ ഒഴിഞ്ഞ കസേരകളാണ് ആകെയുള്ളത്. നിങ്ങളുടെ സമരത്തെ ഒന്നും ഞാൻ കുറിച്ച് പറയില്ല. പക്ഷേ അങ്ങനെ ഒരു വലിയ ആക്ഷേപം ഈ സർക്കാർ തന്നെ പറയുന്നുണ്ടല്ലോ. നിങ്ങളെ അവിടെ കൊണ്ട് ഇരുത്തിയിരിക്കാന്നാ പറഞ്ഞത് ചില ആളുകൾ. അവര് തന്നെ വിളിച്ചോണ്ട് പൊക്കോളും എന്ന മട്ടിലൊക്കെയാണ് ശ്രീ എം മണി പറഞ്ഞത്. അവര് തന്നെ വിളിച്ചിറക്കി കൊണ്ടുപോക്കോളും, ഞാൻ മാപ്പ് പറയില്ല എന്ന നിലയിൽ ശ്രീ എം മണി. ഒരിക്കലല്ല അങ്ങനെ ഒരിക്കലല്ല സാറേ. ഞങ്ങളുടെ കൂടെ എല്ലാ ആൾക്കാരും ഞങ്ങളുടെ കൂടെ ഉണ്ട്. പക്ഷെ ഞങ്ങളുടെ കൂടെ ഇരുന്നാൽ ആരും വിളിച്ചു പോയാൽ എന്തിനാ വിളിച്ചു പോകണു? ഞങ്ങൾ എല്ലാ ഡിസ്ട്രിബ്യൂഷനും കമ്മിറ്റി എടുത്തു, പൊമ്പള ഒരു മീഡിയ കമ്മിറ്റി എടുത്തു. പൊമ്പള അംഗങ്ങൾ അത്രയേറെ ഞങ്ങളുടെ കൂടെ ഉണ്ട്. എവിടെ ലിസിയെ പോലെയൊക്കെയുള്ള സമരരംഗത്ത് നിങ്ങൾക്കൊപ്പം ഉണ്ടായിരുന്ന ലിസിയൊക്കെ എവിടെയാണ്? അവരൊക്കെ സത്യത്തിൽ ഗോമതിയുടെ ഈ സമരത്തെ വേറൊരു തരത്തിൽ കുറ്റപ്പെടുത്തുകയാണ്. ലിസിയും ആളുകളും ഒന്നും ഇല്ലല്ലോ. പൊമ്പളെ ഒരുമയെന്ന് പറയുന്ന പഴയ ശക്തിയൊന്നും നിങ്ങളുടെ കൂടെ ഇല്ലെന്ന്. അതില്ലെന്ന് അവരും ഓർക്കണ്ട, ഞങ്ങളുടെ കൂടെ ശക്തി ഇല്ലെന്ന് അവരും ഓർക്കണ്ട. ലിസി ഞങ്ങൾ പുറത്താക്കി. ലിസിയെ കുറിച്ച് എന്തിനാ അവർ ചോദിക്കുക? ഇപ്പൊ ഞങ്ങൾ ചോദ്യം വന്ന് ഞങ്ങൾ പാർട്ടിയിലിരുന്നോ, പാർട്ടിയിലില്ല, ലിസി എന്തിനാ ഏറ്റെടുത്തില്ല, അതൊക്കെ ചോദ്യം. അവർക്ക് ഇത് ആശയമില്ല. ഞങ്ങൾക്ക് വേണ്ടി എം മണി പറഞ്ഞത് തെറ്റാ ശരിയാന്ന് മാത്രം ഞങ്ങളുടെ ചോദ്യം. അതിനെ മാത്രം പറഞ്ഞാൽ മതി. ശരി, അവർ പറഞ്ഞത് തെറ്റാ, അതുകൊണ്ട് അവർ മാപ്പ് ചോദിക്കണം, രാജിവെക്കണം. അതിന് ഞങ്ങളുടെ ചോദ്യം. ലിസി എന്താ ലിസിയെ പുറത്താക്കുന്നതോ ഞങ്ങൾ ചേർത്തുകൾ ഞങ്ങളുടെ പാർട്ടിന്റെ പ്രശ്നയാ. അതൊക്കെ അവർ ചോദിക്കേണ്ട ആവശ്യമില്ല. തീർച്ചയായും അതിനുള്ള സമരം ചെയ്യാനുള്ള നിങ്ങളുടെ അവകാശത്തെ ഒന്നും കുറച്ചു കാണുകയല്ല. പക്ഷെ ആളില്ല എന്ന് സർക്കാരോ മന്ത്രിയോ ഒക്കെ പറയുന്നത് മാത്രമാണ് രാജേശ്വരി ഞാൻ സൂചിപ്പിച്ചത്. ശ്രീ ഡൊമിനിക് പ്രസന്റേഷൻ, അവസാനമായി ഈ സമരത്തിന് അല്ലെങ്കിൽ എം മണിക്കെതിരായി ഇപ്പോൾ നിങ്ങളൊക്കെ പ്രചരിപ്പിക്കുന്നത് പോലെ കാടിളക്കുന്നത് പോലെയുള്ള ഒരു വലിയ എതിർപ്പ് സമൂഹത്തിലില്ല എന്ന് ഉറച്ചു വിശ്വസിക്കുകയാണ് സർക്കാർ. ഇന്നലെയും ഇന്നുമായി മുഖ്യമന്ത്രി സഭയിൽ പറഞ്ഞത് അതാണ്. നിങ്ങൾക്കൊക്കെയുള്ള സർക്കാർ വിരുദ്ധ തിമിരം ഉപയോഗിക്കുകയാണ് ഇതിനകത്ത്. പൊതുസമൂഹം അങ്ങനൊന്നും എതിരായിട്ടില്ല ഈ സർക്കാരിനും എം മണിക്കെതിരെ. അതാണ് സർക്കാരിന്റെ ബോധ്യമെങ്കിൽ.
സർക്കാർ കുറച്ചു കഴിയുമ്പോൾ ബോധ്യപ്പെടും. ഈ കണ്ടാൽ അറിയാത്തവൻ കൊണ്ടാൽ അറിയുമെന്ന് പറയില്ലേ? ഞങ്ങൾക്കൊരു സംശയമില്ല, എം മണിയെയും കൊണ്ട് ഈ ഗവൺമെന്റ് മുന്നോട്ട് പോകാൻ കഴിയില്ല. ഒരു സംശയം ഞങ്ങൾക്കില്ല. എന്തുകൊണ്ടെന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അദ്ദേഹത്തെ സംരക്ഷിക്കേണ്ട രാഷ്ട്രീയമായ ഒരു ബാധ്യത കൂടെ CPM-നുണ്ട്. എന്തുകൊണ്ടെന്നാൽ ഇന്ന് മൂന്നാറിലെ വൻകിട കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കാൻ CPI നടത്തുന്ന ആ ഒരു മുന്നേറ്റമുണ്ട്. അതിനെ തടയിടാനാണ് മണിയെ നിർത്തിയിരിക്കുന്നത്. അല്ലെങ്കിൽ മുഖ്യമന്ത്രി തന്നെ, ഞാൻ ചോദിക്കട്ടെ, മുഖ്യമന്ത്രി തന്നെ നിയമസഭയുടെ അകത്ത് ഒരു കലക്ടർ, IAS-കാരൻ കലക്ടർ വളരെ ചെറിയ ഉദ്യോഗസ്ഥനാണ് നമ്മുടെ റാങ്ക് നോക്കുമ്പോൾ, 6-7 കൊല്ലം IAS-ലുള്ളത്, അദ്ദേഹത്തെ കുറ്റപ്പെടുത്തുക. ഞാൻ ചോദിക്കട്ടെ, മുഖ്യമന്ത്രിക്ക് എന്തെങ്കിലും, ഞാൻ വകതിരിവെന്ന വാക്ക് ഉപയോഗിക്കും, വകതിരിവുണ്ടെങ്കിൽ അത് നിയമസഭ അങ്ങനെ പറയുമോ? ഒരു സബ് കളക്ടറെ കുറിച്ച്, ഒരു കളക്ടറെ കുറിച്ച് അവരാർക്ക് വേണ്ടിയാ പോയത്? അവർ റവന്യൂ മന്ത്രി പറഞ്ഞിട്ട് അവർ ആക്ഷന് പോയത്. ആ റവന്യൂ മന്ത്രി ഇന്ന് മിണ്ടാതിരിക്കുക നിയമസഭയുടെ അകത്ത്. അപ്പോൾ റവന്യൂ മന്ത്രി പറഞ്ഞ് ഉദ്യോഗസ്ഥന്മാര് ആക്ഷൻ എടുക്കുമ്പോൾ ആ ആക്ഷനെ തകർക്കുന്നതിന് വേണ്ടി മണിയെപ്പോലുള്ള ഒരു വിവരമില്ലാത്തൊരു മന്ത്രിയെ വെച്ച് കളിക്കുമല്ലേ, അനുഭവിക്കൂലേ? ഞങ്ങളതുകൊണ്ട് പെമ്പിളൊരുമയ്ക്ക് സപ്പോർട്ടൊക്കെ ഉണ്ട്, ജനങ്ങളുടെ മനസ്സിൽ സപ്പോർട്ടുണ്ട്, സംശയം സർക്കാർ അനുഭവിക്കാനിരിക്കുന്നതേ ഉള്ളൂ എന്നാണ് ഡൊമിനിക് പ്രസന്റേഷന്റെ പ്രവചനം. പറയുന്നു. തെറ്റുകൾ തിരുത്തിയില്ലെങ്കിൽ സർക്കാർ അനുഭവിക്കാനിരിക്കുന്നതേ ഉള്ളൂ. ഡൊമിനിക് പ്രസന്റേഷൻ. അതില് ഒന്നാമത്തെ കാര്യം ഈ സമരം എന്ന് പറയുന്നത് നമ്മളെല്ലാം താങ്കൾ പൂർത്തിയാക്കൂ ശ്രീ രാജു അബ്രാം. അല്ല, നിയമസഭയ്ക്കകത്ത് 144 പ്രഖ്യാപിക്കുമ്പോൾ അത് ആഭ്യന്തര വകുപ്പ് അറിയണം. ഇതേ മുഖ്യമന്ത്രി അത് മാത്രമേ നിയമസഭയ്ക്കകത്ത് പറഞ്ഞുള്ളൂ. കാരണം അത് ആഭ്യന്തര വകുപ്പ് അറിയാതെ എങ്ങനെയാ 140? ഞാൻ അതിന്റെ വിശദാംശത്തിലേക്കല്ല. 2, ഇടതുപക്ഷ മുന്നണിയുടെ നയം ശരി, വൻകിട കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കുക. ശരി, ഞാൻ ഡൊമിനിക് പറഞ്ഞല്ലോ, ഞാൻ കഴിഞ്ഞ 5 വർഷക്കാലം അന്നല്ലേ മുഴുവൻ കയ്യേറിയത്. ഒരാളെങ്കിലും ഒഴിപ്പിച്ചോ ഡൊമിനിക്കെ? ഒഴിപ്പിച്ചോ? നമ്മുടെ സമയം അവസാനിക്കുന്നത് ചെയ്തില്ലല്ലോ. അപ്പോ പാവപ്പെട്ട ആളുകൾ, തീർച്ചയായും ആ നിലപാട് വ്യക്തമാണ്. സർക്കാർ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് ഞങ്ങൾ പട്ടയം കൊടുക്കും. 10,000 പോവുകയാണ്. ശ്രീമൻ കാരശ്ശേരി, വൻകിട കയ്യേറ്റക്കാരെ മുഴുവൻ ഒഴിപ്പിക്കും, ഒരു സംശയം വേണ്ട. ഇത് ഏതായാലും ഈ വിഷയത്തിൽ ഇനി എന്താണ് ഒരു സാധ്യത താങ്കൾ കാണുന്നത്? വളരെ ചുരുക്കം വാക്കുകൾ നമുക്ക് ചർച്ച അവസാനിപ്പിക്കാം. അല്ല, ഒരു വാക്ക് എനിക്ക് പറയാനുള്ളത്, ഇവരൊക്കെ പ്രത്യേകിച്ച് MM മണി ഏതെങ്കിലും ഒരു തൊഴിലാളിയെയോ ഒരു സ്ത്രീയെയോ ഒരു ഉദ്യോഗസ്ഥനെയോ മാധ്യമ പ്രവർത്തകനെയോ തെറി പറയും. ഒരു മുതലാളിയെയോ വ്യവസായിയെയോ വ്യാപാരിയോ തെറി പറയില്ല. അപ്പോ തൊഴിലാളികളെ മെക്കിട്ട് കയറാം, പാവപ്പെട്ടവരെ മെക്കിട്ട് കയറാം എന്നുള്ളതാണ് ഇതിന്റെ നിലപാട്. ഇനിയിപ്പോ എന്താണ് നിയമസഭയിൽ നടക്കാൻ പോകുന്നത്, എന്താണ് മൂന്നാറിലെ സമരക്കാർ ചെയ്യാൻ പോകുന്നത് എന്നുള്ളതിനെ പറ്റി ഒരു പ്രവചനം നടത്താൻ ഞാൻ ആളല്ല. തീർച്ചയായിട്ടും മുഖ്യമന്ത്രിയുടെ നിലപാട് വളരെ കഷ്ടമാണ്. അദ്ദേഹത്തിന് ഈ പ്രശ്നം തീർക്കാനുള്ള അവസരങ്ങൾ നഷ്ടപ്പെടുത്താണ് അദ്ദേഹം ചെയ്യുന്നത്. തന്റെ സഹപ്രവർത്തകന്റെ വീഴ്ച, തെറ്റ്, കുറ്റം ഏറ്റുപറയാണ് അദ്ദേഹം വേണ്ടത്. അദ്ദേഹം അങ്ങനെ ചെയ്യാൻ വേണ്ടി മണിയെ പ്രേരിപ്പിക്കുകയും വേണം. അതാണ് CPM-ലെ വനിതാ നേതാക്കന്മാർ പോലും പറഞ്ഞത് എന്ന് നമുക്ക് ഈ സമയത്ത് CPM പ്രവർത്തകന്മാരെ ഓർമ്മിപ്പിക്കേണ്ടതുണ്ട്. തീർച്ചയായും. ഏതായാലും CPM ഇക്കാര്യത്തിൽ ഒരു തെറ്റ് കണ്ടെത്തി അതിന്റെ അടിസ്ഥാനത്തിൽ മന്ത്രി MM മണിയെ പരസ്യമായി ശാസിച്ച് നടപടിക്ക് വിധേയനാക്കുമ്പോൾ അതിന്റെ ആ രാഷ്ട്രീയ സന്ദേശം സർക്കാർ ഉൾക്കൊള്ളുമോ? EP ജയരാജന്റെ കാര്യത്തിൽ എന്ന പോലെ രാജി വാങ്ങിച്ചെടുത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആ നിലയിൽ ഒരു നടപടിയിലേക്ക് പോകുമോ? ഇന്നലെയും ഇന്നുമൊക്കെ സർക്കാർ സ്വാഭാവികമായും CPM ഒരു നിലപാട് പരസ്യമായി എടുക്കും മുമ്പ് സർക്കാർ സഭയിൽ മന്ത്രിയെ ന്യായീകരിച്ചിട്ടുണ്ടാകാം. പക്ഷേ ഈ രാഷ്ട്രീയ നിലപാടിന്റെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനിൽ നിന്ന് തുടർ നടപടികൾ ഉണ്ടാകുമോ എന്നുള്ള ഒരു അന്വേഷണമാണ് സ്വാഭാവികമായും ഇനി ഇക്കാര്യത്തിൽ ഉണ്ടാവുക. സമരം അങ്ങനെ പോകും എന്നൊക്കെ പറയുമ്പോഴും എന്താണ് സംഭവിക്കുക എന്ന് കാത്തിരുന്ന് കാണുകയല്ലാതെ മറ്റു തരമില്ല. ശ്രീ M. കാരശ്ശേരി, ശ്രീമതി രാജേശ്വരി, പൊമ്പളയൂരുമൈ ഗോമതി പക്ഷം പ്രതിനിധി ശ്രീ രാജു അബ്രഹാം, ശ്രീ ഡൊമിനിക് പ്രസന്റേഷൻ, വളരെയധികം നന്ദി ഞങ്ങളോട് സഹകരിച്ചതിന്. വളരെ വേഗത്തിൽ പ്രധാന വാർത്തകൾ ഒന്നുകൂടി നോക്കാം. ബെല്ലും ബ്രേക്കുമില്ലാത്ത MM മണിക്കെതിരെ CPM നടപടി. മണിയെ പരസ്യമായി ശാസിച്ചു. വിവാദ പ്രസംഗങ്ങൾ ക്ഷീണമുണ്ടാക്കിയെന്ന് CPM. മണിക്കെതിരെ നടപടി 2ാം തവണ. മണിയെ മുഖ്യമന്ത്രി ന്യായീകരിച്ചത് തെറ്റെന്ന് CPI. MM മണി രാജിവെക്കണമെന്ന് പൊമ്പളയൂരുമൈ ഗോമതി പക്ഷം.
എം മണിയെ ചൊല്ലി നിയമസഭ രണ്ടാം ദിവസവും പ്രക്ഷുബ്ധം. പ്രതിപക്ഷ പ്രതിഷേധത്തിൽ സഭ ഇന്നും പിരിഞ്ഞു. മണിയെ എതിർക്കുന്നവർ സർക്കാർ വിരുദ്ധ തിമിരം ബാധിച്ചവരെന്ന് മുഖ്യമന്ത്രി. മണിയേക്കാൾ വലിയ തെറ്റുകാരൻ മുഖ്യമന്ത്രിയെന്ന് ഉമ്മൻചാണ്ടി. മണിക്കെതിരായ മൂന്നാർ സമരത്തെ എതിർത്ത് കോൺഗ്രസ് പ്രാദേശിക നേതൃത്വം. മന്ത്രിമാരുടെ വാഹനങ്ങളിൽ നിന്നും ബീക്കൺ ലൈറ്റ് ഒഴിവാക്കാൻ മന്ത്രിസഭാ തീരുമാനം. മന്ത്രിമാരുടെ വാഹനങ്ങൾക്ക് രജിസ്ട്രേഷൻ നമ്പർ. 6 വ്യവസായശാലകൾക്ക് ക്ലിയറൻസ് ബോർഡ് ഏർപ്പെടുത്താനും മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനം. കോൺഗ്രസ് സംഘടനാ തെരഞ്ഞെടുപ്പിൽ സമവായത്തിന് ഹൈക്കമാൻഡിന്റെ അനുമതി. സമവായത്തിലൂടെ അംഗീകരിച്ച ബൂത്തുകൾക്കും അനുമതി ലഭിച്ചു. വീതം വെപ്പുണ്ടാകുമെന്ന് കരുതുന്നില്ലെന്ന് മുല്ലപ്പള്ളി രാമചന്ദ്രൻ. യുവാക്കൾക്ക് പ്രാതിനിധ്യം നൽകണമെന്ന് മുല്ലപ്പള്ളി.